DGP റാങ്കിലുള്ള ജേക്കബ് തോമസ് കാക്കി എണിയുമോ അതോ കാക്കിക്ക് പുറത്ത് മറ്റേതെങ്കിലും തത്തുല്യമായ പദവിയിലെത്തുമോ? വിധി പിണറായി വിജയൻ സർക്കാരിനേറ്റ തിരിച്ചടിയോ? സ്രാവുകൾ തോറ്റു, എൻകൗണ്ടർ അന്വേഷിക്കുന്നു. ചർച്ചയിൽ മുഖ്യ അതിഥികളായി CPM നേതാവ് PP ചിത്തരഞ്ജൻ, ജേക്കബ് തോമസിന്റെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് C ഉണ്ണികൃഷ്ണൻ, രാഷ്ട്രീയ നിരീക്ഷകൻ CR നീലകണ്ഠൻ, ജന്മഭൂമി ന്യൂസ് എഡിറ്റർ P ശ്രീകുമാർ, നിയമവിദഗ്ധൻ അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി എന്നിവരുമുണ്ട്. ഞാൻ ആദ്യം PP ചിത്തരഞ്ജനിലേക്ക് പോകുന്നു. PP ചിത്തരഞ്ജൻ, ഈ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ വിധി പിണറായി സർക്കാരിനേറ്റ കനത്ത തിരിച്ചടിയാണ് എന്ന് വിവിധ കോണുകളിൽ നിന്ന് അഭിപ്രായമുയരുന്നു. എന്നാൽ തൻ്റെ അഭിപ്രായം മയപ്പെടുത്തി ഇന്ന് ജേക്കബ് തോമസ് പറഞ്ഞത് ഇത് അഴിമതിക്കെതിരെ ശബ്ദിക്കാൻ ആഗ്രഹിക്കുന്ന ജനങ്ങളുടെ വിജയമെന്നാണ്. ഇതിലേതാണ് ശരി? ജനങ്ങളുടെ വിജയമോ അതല്ല പിണറായി വിജയൻ സർക്കാരിനേറ്റ തിരിച്ചടിയോ? ഇത് രണ്ടുമല്ല എന്നുള്ളതാണ് വസ്തുത. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ, പ്രത്യേകിച്ച് DGP റാങ്കിൽ ഉള്ള ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ അദ്ദേഹം പാലിക്കേണ്ട അച്ചടക്കം പാലിക്കുവാൻ തയ്യാറാകാതെ സമൂഹ മാധ്യമങ്ങളിലും പൊതുവേദികളിലും ഗവൺമെൻറ്റിന് അപകീർത്തികരമാകുന്ന നിലയിൽ പരസ്യമായ പ്രതികരണം നടത്തിയതിനാണ് അദ്ദേഹത്തിനെ പേരിൽ നടപടി സ്വീകരിക്കാൻ നിർബന്ധമായത്. ആ നടപടി ഇപ്പോൾ റദ്ദ് ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നിയമനം കൊടുക്കുവാൻ ഗവൺമെൻറ് ബാധ്യസ്ഥമാണ്. ഇത് മുഖത്തടിക്കുന്ന അടിയൊന്നുമല്ല. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ നാട്ടിൽ സിവിൽ സർവീസിലായാലും അല്ലെങ്കിൽ മറ്റ് സർവീസുകളിലാണെങ്കിലും പ്രത്യേകിച്ച് ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ പാലിക്കേണ്ട ചില അച്ചടക്കങ്ങളില്ലേ? അത് പാലിച്ചുകൊണ്ടാണോ അദ്ദേഹം മുന്നോട്ട് വന്നിട്ടുള്ളത്? IFJയുടെ ഡയറക്ടറായിരിക്കുന്ന വേളയിലാണ് ശ്രീ ജേക്കബ് തോമസിൻ്റെ പേരിൽ നടപടി സ്വീകരിക്കാനിടയാകുന്നത്. എന്തായിരുന്നു ആ സന്ദർഭത്തിൽ അത്തരമൊരു നടപടി സ്വീകരിക്കുവാനിടയായ വിഷയം എന്നതിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അദ്ദേഹം പ്രസ് ക്ലബ്ബിൽ ഒരു പൊതു ചടങ്ങിൽ വെച്ചിട്ടാണ് അന്ന് സംസ്ഥാന സർക്കാരിനെതിരെ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത നിലയിലേക്കുള്ള ആരോപണം ഉന്നയിക്കുവാൻ തയ്യാറായത്. അദ്ദേഹം എന്താ പറഞ്ഞത്? അദ്ദേഹം DGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ്. നമ്മുടെ സംസ്ഥാനത്ത് നിയമസമാധാനം പൂർണ്ണമായും തകർന്നിരിക്കുന്നു. റൂൾ ഓഫ് ലോ തകർന്നിരിക്കുന്നു, ലോ ആൻഡ് ഓർഡർ എന്നല്ല. പൂർണ്ണമായും അത് അല്ല, ഞാൻ ചോദിക്കട്ടെ, അത് ഏറ്റവും നിരുത്തരവാദപരമായ ഒരു പ്രസ്താവനയല്ലേ? ആ റാങ്കിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിന് അങ്ങനെ ഒരു അഭിപ്രായമുണ്ടെങ്കിൽ അദ്ദേഹം പരസ്യമായി പ്രകടിപ്പിക്കുകയാണോ ചെയ്യേണ്ടത്? അങ്ങനെയാണെങ്കിൽ നമ്മളുടെ നാടിൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഒരു ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന ഒരു സംസ്ഥാനത്തായാലും രാജ്യത്തായാലും അത്തരത്തിലേക്കുള്ള നടപടിക്രമങ്ങളെ നമുക്ക് അംഗീകരിക്കാൻ ഒക്കുമോ? അത് 6 മാസം കഴിഞ്ഞ് വീണ്ടും അത് പുനഃപരിശോധിക്കാനിടയായ സാഹചര്യം എന്തായിരുന്നു ശ്രീ PP ചിത്തരഞ്ജൻ? അത് നീട്ടാനുള്ള തീരുമാനം എന്തായിരുന്നു? അതിന്റെ കാരണം എന്തായിരുന്നു? വീണ്ടും തുടർച്ചയായി ഓഖി ദുരന്തവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ പോലെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഒരു രാഷ്ട്രീയ പ്രവർത്തകന് പരസ്യമായി ഏതു തരത്തിലുള്ള അഭിപ്രായങ്ങളും പറയുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. സസ്പെൻഷനിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ പാലിക്കേണ്ട ആ അച്ചടക്കം പോലും ലംഘിച്ചുകൊണ്ട് ഓഖി ദുരന്തവുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ അദ്ദേഹത്തിന് പിന്തുണക്കാൻ ബാധ്യസ്ഥനാണ്. അദ്ദേഹം അത് പോട്ടെ, അതിന് പകരം അടിസ്ഥാനരഹിതമായ ആരോപണം പിന്നെയും ഉന്നയിക്കാനാണ് അദ്ദേഹം തയ്യാറായത്. ഞാൻ മനസ്സിലാക്കുന്നത് ശ്രീ PP ചിത്തരഞ്ജൻ 2017 ഡിസംബർ മാസം 9-ാം തീയതിയോ മറ്റോ ആണ് ഈ വിവാദപരമായ പ്രസംഗം നടക്കുന്നത്. നിയമവാഴ്ച തകരുന്നു എന്ന രീതിയിൽ അദ്ദേഹം അഭിപ്രായപ്പെടുന്നതും തന്നെ 52 വെട്ടി കൊല്ലില്ലായിരിക്കാം, അതല്ലെങ്കിൽ തൻ്റെ നാവ് പിഴുതില്ലായിരിക്കാം, പകരം നിശബ്ദനാക്കാൻ, അഴിമതിക്കെതിരെ ശബ്ദിക്കുന്നവരെ നിശബ്ദമാക്കുന്ന ഒരു സംവിധാനം ഇവിടെയുണ്ട് എന്ന് അദ്ദേഹം വൈകാരികമായി പ്രതികരിച്ചത്. ഇതിൻ്റെ പേരിലാണ് അദ്ദേഹം നിയമ നടപടി നേരിടേണ്ടി വരുന്നത്, സസ്പെൻഷനിലേക്ക് പോകേണ്ടത് എന്നാണ് മനസ്സിലാവുന്നത്. പക്ഷെ അതിനുശേഷം വീണ്ടും 6 മാസത്തിന് ശേഷം വീണ്ടും ഒരു സസ്പെൻഷൻ വരുന്നു. ഇക്കഴിഞ്ഞ ജൂൺ മാസമാണെന്ന് തോന്നുന്നു, വീണ്ടും അദ്ദേഹത്തിന് 6 മാസത്തേക്ക് കൂടി സസ്പെൻഷൻ അടിച്ചു കൊടുക്കുന്ന അവസ്ഥയിലേക്ക് വരുന്നു. അത് 2007 മുതൽ 14 വരെ തുറമുഖ വകുപ്പ് ഡയറക്ടറായിട്ടിരിക്കുന്ന കാലത്ത് ഡ്രഡ്ജർ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട ഒരു കേസിലാണ് എന്നത്
എന്നുള്ളത് കൂടിയാണ് വീണ്ടും കൗതുകകരമായി തീരുന്നത്. അതാണ് ഇന്ന് CAT വിധിച്ചത്. തുടർച്ചയായി ഇങ്ങനെ സസ്പെൻഷൻ വിധിക്കാൻ എന്ത് അധികാരം? എന്ത് കാരണത്തിന്റെ പുറത്ത്? ഒറ്റ കാര്യമേ ഉള്ളൂ. എന്ത് തന്നെയാണ് കാരണമെന്ന് അങ്ങ് ചൂണ്ടിക്കാണിച്ചാലും അത് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ നിന്ന് ബോധ്യപ്പെട്ടിട്ടില്ല. ജേക്കബ് തോമസിനെ 20 മാസം പുറത്തു നിർത്തിയതിന്റെ കാരണം എന്താണ്? അത് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന് ബോധ്യപ്പെട്ട് കാണില്ല. കാരണം ഇന്നത്തെ സാഹചര്യത്തിൽ അവർക്ക് ബോധ്യപ്പെടാൻ വളരെ പാടും വരും. കാരണം എന്താ, ജേക്കബ് തോമസ് തന്നെ ഒരിക്കൽ പോലും പറയാൻ കഴിയാത്ത നിലയിൽ മറ്റ് പല കാര്യങ്ങളും പരസ്യമായി പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ RSS ആണെന്നും RSS ആകുന്നതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നെന്നും RSSൻ്റെ പരസ്യമായ പരിപാടിയിലടക്കം പങ്കെടുക്കുവാനും RSSന് പരസ്യമായി പിന്തുണ പ്രഖ്യാപിക്കുവാനും ഒക്കെ അദ്ദേഹം അതിനുശേഷം തയ്യാറായിട്ടുള്ളത്. ഞാൻ ചോദിക്കട്ടെ, ഈ സസ്പെൻഷൻ കാലയളവിൽ നമ്മുടെ രാജ്യത്ത് സർവീസിലിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ മേൽ നടപടികൾ പല ഘട്ടത്തിലും സ്വീകരിച്ചിട്ടുണ്ട്. അങ്ങനെ സ്വീകരിക്കേണ്ടി വരുന്ന സന്ദർഭത്തിലെല്ലാം അവർ പാലിക്കുന്ന ഒരു മിതത്വവും അവർ പാലിക്കുന്ന ഒരു അച്ചടക്കവും അദ്ദേഹം പാലിക്കുവാൻ തയ്യാറായിട്ടില്ല. ശ്രീ പി ചിത്തരഞ്ജൻ 2016 അഴിമതി വിരുദ്ധ പരിപാടിയിൽ പിണറായി വിജയനുമായി ഒരുമിച്ച് വേദി പങ്കിടുന്ന ജേക്കബ് തോമസിനെ താങ്കൾക്കറിയാം. അന്ന് അദ്ദേഹം ഈ രീതിയിൽ പ്രതികരിക്കുന്ന ആളായിരുന്നല്ലോ. ഉമ്മൻചാണ്ടിക്കെതിരെ പ്രതികരിക്കുന്ന ആളായിരുന്നല്ലോ. എന്തിന് പിണറായി വിജയൻ പ്രസിദ്ധീകരിക്കാം, പ്രകാശന കർമ്മം നിർവഹിക്കാം എന്ന് പറഞ്ഞ സ്രാവുകൾക്കൊപ്പം നീന്തുമ്പോൾ എന്ന പുസ്തകത്തിന്റെ ഉള്ളടക്കത്തിൽ പോലും ഉമ്മൻചാണ്ടിയെക്കുറിച്ചും ഈവൻ C ദിവാകരനെ കുറിച്ച് പോലുമുള്ള പരാമർശങ്ങൾ അത് വായിച്ചു നോക്കാതെയാണ് മുഖ്യമന്ത്രി ആദ്യം സമ്മതിച്ചതെങ്കിലും KC ജോസഫ് കത്തെഴുതി അദ്ദേഹം ആ ചടങ്ങിൽ പങ്കെടുക്കാതിരുന്നു. ആ പുസ്തകത്തിലടക്കം മുൻ മുഖ്യമന്ത്രിമാരെക്കുറിച്ചും മുൻ മന്ത്രിമാരെക്കുറിച്ചും ഒക്കെയുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. തുടർച്ചയായി ബാർക്കോഴ കേസിൽ അദ്ദേഹം ഇടപെട്ട് സംസാരിച്ചിരുന്നു. അന്നെല്ലാം അദ്ദേഹം ഇടതുപക്ഷത്തിന് അഭിമതനായിരുന്നു. ഈ ജേക്കബ് തോമസിന്റെ സ്വഭാവം തുറന്നടിച്ചു പറയുന്നയാളാണ് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ബോധ്യമുണ്ട്. വിസിൽ ബ്ലോവേഴ്സ് ആക്ട് പ്രകാരം അകത്തു നിന്നുള്ള അഴിമതി പുറത്തു പറയുന്നവർക്കുള്ള സംരക്ഷണ നിയമം 3 തവണ ഉപയോഗപ്പെടുത്തിയ ആളാണെന്നും ഇടതുപക്ഷത്തിനറിയാം. അങ്ങനെയുള്ള ആളെ തന്നെയാണ് വിജിലൻസ് ഡയറക്ടറെ നിയമിക്കുന്നതും IMG ഡയറക്ടറായിട്ട് നിയമിക്കുന്നതും. അദ്ദേഹം അപ്പോഴും തുറന്നു പറയുന്നു. അന്ന് തുറന്നു പറഞ്ഞയാൾ അപ്പോഴും തുറന്നു പറഞ്ഞു, നിങ്ങൾ പുറത്താക്കി. അതല്ല, നിങ്ങളത് മനസ്സിലാക്കേണ്ടത്, നേരത്തെ ശ്രീ ജോർജ് തോമസ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് പോലെയാണോ അദ്ദേഹം അതിനുശേഷം ഇങ്ങോട്ട് പറയാൻ തുടങ്ങിയിട്ടുള്ളത്? ഒരു ഗവൺമെൻറ്റിൻ്റെ ഭാഗമാണ്, പ്രത്യേകിച്ച് ഉയർന്ന റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ. അദ്ദേഹം ഏതെല്ലാം നിലയിലാണ് സംസാരിച്ചിട്ടുള്ളത്? അദ്ദേഹം ഇങ്ങോട്ട് ഓരോരോ ഘട്ടത്തിലേക്ക് വന്നു കഴിയുമ്പോൾ പരസ്യമായി ഓഖി ദുരന്തത്തെക്കുറിച്ചൊക്കെ എത്ര അടിസ്ഥാനരഹിതമായിട്ടുള്ള ആക്ഷേപമാണ് അദ്ദേഹം അഡ്വക്കേറ്റിലേക്ക് കൂടി പോകുന്നു. അഡ്വക്കേറ്റ് C ഉണ്ണികൃഷ്ണൻ, ഇന്ന് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ നിന്ന് ജേക്കബ് തോമസിന് അനുകൂലമായി വിധി വന്നത് ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ സമ്മർദ്ദങ്ങളുടെയോ നേരത്തെ പി ചിത്തരഞ്ജൻ ഭംഗിന്തരേണ സൂചിപ്പിച്ച RSS ക്യാമ്പിൽ പങ്കെടുത്ത ജേക്കബ് തോമസിന്റെ രാഷ്ട്രീയ നിലപാട് കണ്ടിട്ടാണ് എന്നോ നമുക്ക് പറയാൻ കഴിയുമോ ഈ ഘട്ടത്തിൽ? പറയാൻ കഴിയില്ല. അതൊക്കെ അനാവശ്യമായിട്ടുള്ള ആരോപണങ്ങളാണ്. കോടതികളെ അങ്ങനെ മോശമായിട്ട് ചിത്രീകരിക്കുന്നത് ഒരിക്കലും ഗുണകരമായ ഒരു നിലപാടല്ല. കാര്യം അവിടെ ഇരിക്കുന്ന 2 ജഡ്ജിമാരാണ്. ഒന്ന് കേരളത്തിൽ തന്നെ ചീഫ് സെക്രട്ടറി ആയിട്ട് നേരത്തെ ഇരുന്ന ഭരത് ഭൂഷൺ, ഒന്ന് ആശിഷ് കാലിയ എന്ന് പറഞ്ഞ് നോർത്ത് ഇന്ത്യൻ ആയിട്ടുള്ള ഒരു ജഡ്ജി. അവർ രണ്ടുപേരും കൂടാണ് ഇതിനകത്ത് തീരുമാനമെടുത്തത്. ഇതിനകത്ത് അങ്ങനെ യാതൊരു ആരോപണങ്ങളും ഉന്നയിക്കുന്നതിനകത്ത് പ്രസക്തിയില്ല. ഈ അഡ്വക്കേറ്റ് C ഉണ്ണികൃഷ്ണൻ, ഈ തുടർച്ചയായി സർക്കാർ ഈ DGP റാങ്കിലുള്ളൊരു ഉദ്യോഗസ്ഥനെ സസ്പെൻഷനിൽ നിർത്തുക എന്നുള്ളത് ഒരു സർവീസ് ചട്ടലംഘനമാണ്. ഇത് ന്യായമായും ഒരു ഉദ്യോഗസ്ഥൻ IPS ചട്ടം അനുസരിച്ച് പാടില്ലാത്തതാണ്. ഇക്കാര്യമൊക്കെ ഈ സംസ്ഥാന സർക്കാരിലും ഇദ്ദേഹത്തിൻ്റെ സസ്പെൻഷൻ റിവ്യൂ ചെയ്യുന്ന കമ്മിറ്റിക്കുമൊക്കെ ബോധ്യമാകേണ്ട കാര്യമല്ലേ? പ്രത്യക്ഷത്തിൽ തന്നെ ഇതൊരു ചട്ടലംഘനമാണെന്ന് ബോധ്യപ്പെടുന്നതിൽ തടസ്സമുണ്ടായിരുന്നു. എന്നിട്ടും മനഃപൂർവ്വം വൈകിച്ചുവെന്നാണോ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ നടത്തിയ കണ്ടെത്തൽ? സസ്പെൻഷൻ റിവ്യൂ കമ്മിറ്റിയും ഈ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനം എടുക്കാൻ പറയുന്ന ഉദ്യോഗസ്ഥന്മാരിൽ പലരും ഉന്നതന്മാരായ അവർക്കെതിരെ പലർക്കെതിരെയും ഇദ്ദേഹം വിജിലൻസ് ഡയറക്ടറായിട്ടിരുന്നപ്പോൾ FIR എടുത്തിട്ടുണ്ട്, അന്വേഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വിരോധം ആ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളിലുണ്ട്. അതിൻ്റെയൊക്കെ പരിണത ഫലമാണ് ഇദ്ദേഹത്തിനെ മാക്സിമം ടോർച്ചർ ചെയ്യുക എന്നുള്ളത്. അത് കോടതിക്ക് ബോധ്യമായി. കാര്യം 2010 മുതൽ 12 വരെയാണ് ഈ കട്ടർ സെക്ഷൻ ഡ്രഡ്ജർ വാങ്ങിക്കാനുള്ള തീരുമാനം.
പോർട്ട് ഡയറക്ടറായിട്ടിരുന്നപ്പോൾ. അത് ഇതുവരെ അതിനകത്ത് ഒരു തെറ്റും കണ്ടില്ല. 2014 ഇത് നമ്മുടെ മൂവാറ്റുപുഴ വിജിലൻസ് കോടതി ഇത് കൃത്യമായിട്ട് പരിശോധിച്ച് ഇതിനകത്ത് യാതൊന്നുമില്ല എന്ന് വിധി എഴുതിയതാണ്. പക്ഷെ അന്ന് വിജിലൻസ് ADGP കുറ്റാരോപിതനായ ഈ ജേക്കബ് തോമസ് തന്നെ ആയിരുന്നു വിജിലൻസ് ADGP എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, അപ്പൊ ഡയറക്ടർ വേറെ ആളാ, DGP റാങ്കിലുള്ള ആളാ. അപ്പൊ DGP റാങ്കിലുള്ള ആളാണ്. അപ്പൊ അതിനെതിരെ ഒരു സർക്കാരും ആ ഉത്തരവിനെ ചോദ്യം ചെയ്ത് വേറെ എങ്ങും പോയിട്ടില്ല. വേണമെങ്കിൽ ഹൈക്കോടതിയിൽ അത് ചോദ്യം ചെയ്യാമായിരുന്നു. അപ്പോൾ അതിനെ ഫൈനാലിറ്റിയിലേക്ക് തള്ളിവിടുകയും അത് ഇപ്പോൾ വേണ്ടാത്ത കുറേ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് ഇദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കുന്നു. അതെന്താണ്? ഓഖിക്ക് 6 മാസം സസ്പെൻഡ് ചെയ്തു, ഓഖി കാര്യങ്ങളെക്കുറിച്ച് കെടുകാര്യസ്ഥത ഉണ്ടെന്ന് പറഞ്ഞതിന്. രണ്ടാമത് സ്രാവുകൾക്കൊപ്പം നീന്തുമ്പോൾ എന്നുള്ള പുസ്തകങ്ങൾ എഴുതിയതിന് മറ്റൊരു സസ്പെൻഷൻ 6 മാസം. അപ്പോൾ ഈ 2 സസ്പെൻഷനും 1 കൊല്ലം കൂടുതൽ നീളാൻ പാടില്ല. ഒരു കാര്യം കൂടി, ഈ സ്രാവുകൾക്കൊപ്പം നീന്തുമ്പോൾ എന്ന പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് 2017 ഡിസംബറിലാണ് എന്നാണ് മനസ്സിലാകുന്നത്. ഏകദേശം ഇതേ കാലയളവിൽ തന്നെയാണ് അദ്ദേഹം ആ വിവാദ പ്രസംഗവും നടത്തുന്നത്. അങ്ങനെയാണോ? അതായത് രണ്ടും ഒരേ സമയത്ത് സംഭവിച്ചു, പക്ഷേ 2 ഘട്ടങ്ങളിലായി ശിക്ഷ വിധിച്ചു. സസ്പെൻഷൻ ശിക്ഷ അല്ലെങ്കിൽ പോലും നടപടിക്കുണ്ടായി. അതെ, തീർച്ചയായിട്ടും. അതെ, സസ്പെൻഷൻ 2017 ഡിസംബറിലാണ് തുടങ്ങുന്നത്. അത് ആദ്യം ഒരു കാര്യത്തിന് സസ്പെൻഡ് ചെയ്തു, 6 മാസം നിർത്തി. അത് വീണ്ടും നീട്ടാൻ വേണ്ടിയിട്ട് അടുത്ത ഒരു കാരണം എടുത്തിട്ടു. അത് കഴിഞ്ഞതിന് ശേഷം വേറെ ഒരു കാരണവും ഇല്ലാത്തപ്പോൾ പഴയ 2012 ഈ ഡ്രഡ്ജറിൻ്റെ പർച്ചേസുമായിട്ട് ബന്ധപ്പെട്ട് അഴിമതി ആരോപിച്ച് വീണ്ടും കൊണ്ടുവന്നു. നേരത്തെ ഇത് വിജിലൻസ് കോടതി പരിഗണിച്ച് ക്ലോസ് ചെയ്ത കാര്യമാണ്. അതിനെതിരെ ആരും ഹൈക്കോടതിയിൽ പോയിട്ടില്ല. അത് ഫൈനാലിറ്റിയിൽ എത്തിക്കഴിഞ്ഞു. അതിന് ഒന്നും ചെയ്യാതെ ഇതെടുത്തിട്ട് കള്ള ആരോപണങ്ങൾ ഉന്നയിച്ച്, അതും വളരെ തമാശയായിട്ടുള്ള ഒരു കാര്യം, നേരത്തെ ഇരുന്ന ഫൈനാൻസ് സെക്രട്ടറി KM എബ്രഹാം, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുണ്ടായില്ല ഒരു ഫൈനാൻസ് ഇൻസ്പെക്ഷൻ വിങ് പോയി ഇതെല്ലാം പരിശോധിച്ചതാണ്. പരിശോധിച്ചിട്ട് ഒരു മനുഷ്യനും ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റാത്ത കുറേ ആരോപണങ്ങളുമായിട്ടാണ് ആ ഫൈനാൻസ് ഇൻസ്പെക്ഷൻ വിങ്ങിൻ്റെ റിപ്പോർട്ട് വരുന്നത്. ആ റിപ്പോർട്ട് അന്ന് വിജിലൻസ് കോടതി മൂവാറ്റുപുഴ കൃത്യമായിട്ട് പരിശോധിച്ചിട്ട് പറഞ്ഞു ഇതൊരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. ബിക്കോസ് KM എബ്രഹാമിനെതിരെ ഓൾറെഡി FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആളാണ് ജേക്കബ് തോമസ്. ആ ജേക്കബ് തോമസിനെതിരെ ഒരു ഫൈനാൻസ് ഇൻസ്പെക്ഷൻ വിങ്ങിൻ്റെ റിപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും ആരോപണങ്ങൾ ഉന്നയിക്കാൻ പറ്റൂ. അതിനുവേണ്ടി ക്രിയേറ്റഡ് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റാണ്. അതിൻ്റെ വില കടുത്താൽ മതി, അല്ലാതെ ഒരു ഇൻഡിപെൻഡൻറ്റ് ഏജൻസിയുടെ റിപ്പോർട്ട് അല്ല അത് എന്നാണ് മൂവാറ്റുപുഴ വിജിലൻസ് കോടതി പറഞ്ഞത്. അതിനുശേഷമാണ് അത് ഇപ്പോൾ ഈ 3ാമത്തെ സസ്പെൻഷൻ എക്സ്റ്റൻഷന് വേണ്ടിയിട്ട്, അതായത് കേരളത്തിലെ ഏറ്റവും മുതിർന്ന IPS ഉദ്യോഗസ്ഥനെ പുറത്ത് നിർത്താൻ വേണ്ടി, എത്ര നാൾ പുറത്ത് നിർത്തി ടോർച്ചർ ചെയ്യാവോ അത്രയും നാൾ നിർത്താൻ വേണ്ടി ഉദ്യോഗസ്ഥ വൃന്ദങ്ങളും ഭരണാധികാരികളും കൂടെ ചേർന്നിട്ട് ഇതിനെ എടുത്തു വെച്ചിട്ട് അങ്ങോട്ട് ഈ വിധി മൂലം ഉടൻ നടപ്പിലാവാൻ പോകുന്നത് DGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥന് പോലീസ് സേനയിൽ തന്നെ ഒരു നിയമനം കൊടുക്കണം. അതിന് കഴിയില്ലെങ്കിൽ, അവിടെ വേക്കൻസി ഇല്ലെങ്കിൽ തത്തുല്യമായൊരു പദവി കൊടുക്കണമെന്നാണല്ലോ. അത് ഇത്ര സമയത്തിനകം കൊടുക്കണമെന്നൊരു പരിധിയുണ്ടോ? അതിൽ ഒരു ടൈം ഫ്രെയിം കൽപ്പിച്ചിട്ടുണ്ടോ? ഫോർത്ത് വിത്ത് എന്നാ പറഞ്ഞത്. റീഇൻസ്റ്റേറ്റ് ഹിം ഫോർത്ത് വിത്ത് എന്ന് വെച്ചാൽ അറ്റ്വൺസ്, ഇമ്മീഡിയറ്റ്ലി. അതിന് ഒരു സമയവും വേണ്ട, നാളെയോ മറ്റന്നാളോ ഉത്തരവ് കൊടുക്കണം. അതെ. ഇനി സർക്കാരിന് മുന്നിലുള്ള വഴികൾ എന്താണ്? TP സെൻകുമാറിന്റെ കേസിൽ സംഭവിച്ചതുപോലെ അപ്പീൽ പോകുമോ? അപ്പീൽ പോയാൽ ഇത് നിലനിൽക്കാനുള്ള സാധ്യതയുണ്ടോ? നിലവിൽ സുപ്രീം കോടതി വരെ പോയി ഈ കേസുമായി മുന്നോട്ട് പോകാൻ സർക്കാർ തീരുമാനിച്ചാൽ കേസിന്റെ ഗതി എന്താകും? അത് ഉറപ്പല്ലേ. ഇത് എക്സ്പ്ലിസിറ്റ് ആയിട്ട് ഇതിനകത്ത് ക്ലിയർ ആണ്. ഇത് വിക്ടിമൈസേഷനാണ്, ടോർച്ചറാണ്. ജേക്കബ് തോമസിനെ നമ്മൾ ഈ സമൂഹം മൊത്തം അറിയപ്പെടുന്നത് ഒരു ക്രൂസൈഡർ ഓഫ് കറപ്ഷനാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരാളിനെതിരെ കറപ്ഷൻ ആരോപണങ്ങൾ തന്നെ ഉന്നയിച്ചുകൊണ്ട് വരിക. ഞങ്ങൾ 53 ആധികാരികമായ സർക്കാരിൻ്റെ ഡോക്യുമെൻറ്റ്സാണ് CAT നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തത്. അതായത് ഇതിനകത്ത് ഒരു
ഗൂഢാലോചനയുമില്ല, ഒരു അഴിമതിയുമില്ല. ഇതെല്ലാം പോർട്ട് ഡയറക്ടർ എന്നുള്ള നിലയിൽ അദ്ദേഹം കൃത്യമായിട്ട് ഗ്ലോബൽ ടെൻഡർ വിളിച്ചാണിത് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അതിന് ഓരോ സമയത്തും കൃത്യമായിട്ട് ഗവൺമെൻറ് സെക്രട്ടറി, പോർട്ടിൻ്റെ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഗവൺമെൻറ് സെക്രട്ടറി ഉൾപ്പെട്ട, ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉൾപ്പെട്ട എല്ലാ സെപ്പറേറ്റ് പർച്ചേസ് കമ്മിറ്റി ഉണ്ട്, ടെൻഡർ അക്സെപ്റ്റൻസ് കമ്മിറ്റി ഉണ്ട്. ഇതെല്ലാം പരിശോധിച്ചു അവർ അപ്രൂവ് ചെയ്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഒരാൾ മാത്രം നിൽക്കുന്നു. ഈ ജേക്കബ് തോമസിന്റെ അഴിമതി വിരുദ്ധ പരിപാടികളിൽ താങ്കൾ കൂടി ഭാഗമാക്കായിട്ടുണ്ട്. ഈ ജേക്കബ് തോമസ് ഇപ്പോൾ കറതീർത്ത് തിരികെ വരികയാണ്, അല്ലെങ്കിൽ ഈ രീതിയിലുള്ള എല്ലാ ആരോപണങ്ങളും അടിസ്ഥാനരഹിതമാണെന്ന് ഒരു ജുഡീഷ്യൽ പ്രക്രിയയിലൂടെ തെളിയിച്ച് തിരികെ വരികയാണ്. സർക്കാർ ചെയ്യേണ്ടത് എന്താണ്? നാളെ ഉടനടി ഇദ്ദേഹത്തിന് തത്തുല്യമായൊരു പദവി നൽകി ആ സ്ഥാനത്തേക്ക് ഇദ്ദേഹത്തെ കൊണ്ടുവരണം എന്നാണോ അങ്ങ് വാദിക്കുന്നത്? അതല്ല, ഈ RSSന്റെ കൂടെ അദ്ദേഹം പോയ രാഷ്ട്രീയ നിലപാട് കൂടി ഉള്ളതുകൊണ്ട് ഒരുപക്ഷെ സർക്കാർ അപ്പീൽ പോകാനുള്ള സാധ്യത ഈ ഘട്ടത്തിൽ നിലനിൽക്കുന്നു. കറ കളഞ്ഞിട്ടുണ്ടെങ്കിലും സർക്കാർ അപ്പീൽ പോയി അതിനുശേഷം അവസാന വിധി വരെ കാത്തിരിക്കണം എന്നാണ്? അല്ല, ഒന്നാമത്തെ കാര്യം, ജേക്കബ് തോമസിൻ്റെ രാഷ്ട്രീയ നിലപാടുകളോട് ഒന്നും എനിക്ക് യാതൊരു യോജിപ്പുമില്ല. അദ്ദേഹം RSSൽ പോവേ, മാർക്സിസ്റ്റ് പാർട്ടി പോവേ, അല്ലെങ്കിൽ കോൺഗ്രസിൽ പോവേ, ഏതെങ്കിലും പാർട്ടി പോവേ, അതൊന്നും എൻ്റെ വിഷയമല്ല. ഇവിടെ ഒരു സർവീസ് ചട്ടം നിലവിലുണ്ട്. ഇപ്പോൾ RSS എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല RSS ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയാണോ എന്ന്. അതിൻ്റെ നിയമചട്ടം അനുസരിച്ച് അദ്ദേഹം RSSുമായി ബന്ധമുള്ള ഒരാൾക്ക് കേരളത്തിലെ സർക്കാർ സർവീസിൽ തുടരാമോ എന്ന്, RSSൻ്റെ ഞാൻ പരിപാടിക്ക് പോയിട്ടുള്ള ആളാണ് എന്ന് പറഞ്ഞതുകൊണ്ട് ഇപ്പോൾ ഒരാളെ പുറത്താക്കാമോ എനിക്കതറിയില്ല. അതൊരു പക്ഷേ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണനോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും പറയട്ടെ. ഒരുപക്ഷെ അദ്ദേഹം CPMൻ്റെ പരിപാടിയിലോ കോൺഗ്രസിൻ്റെ പരിപാടിയിലോ അല്ലെങ്കിൽ BJPയുടെ പരിപാടിയിലോ പോയിരുന്നെങ്കിൽ അദ്ദേഹത്തെ പുറത്താക്കാമായിരുന്നു. കാരണം അതിന് എനിക്കറിയാവുന്ന നിയമമാണ്, അതെനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് ജേക്കബ് തോമസ് ഇത്രകാലം പുറത്തിരിക്കേണ്ടി വന്നത്? അദ്ദേഹം മോശപ്പെട്ടൊരു ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് ധൈര്യമായി പറയുന്നു, കേരള പോലീസ് സർവീസിൽ അവിടെ ഇരിക്കാൻ യോഗ്യതയുള്ള 1% ഉദ്യോഗസ്ഥർ പോലും IPSകാർ കേരളത്തിലില്ല. എനിക്കത് ധൈര്യമായി പറയാൻ കഴിയും. അഴിമതിയുടെ കാര്യത്തിൽ, അദ്ദേഹത്തിൻ്റെ സ്ട്രെയിറ്റ് ഫോർവേഡ്നെസ്സിൻ്റെ കാര്യത്തിൽ. കാരണം നേരത്തെ അരുൺ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഉമ്മൻചാണ്ടി സർക്കാർ ഇവിടെ ഭരിക്കുന്ന കാലത്താണ് അദ്ദേഹം പച്ചക്കാട്, ചുവപ്പ് കാർഡ്, പല സംഭവങ്ങളും പറഞ്ഞത്. അന്ന് CPMന് ഒരു പ്രശ്നം ഉണ്ടായില്ല. ഭരണം കിട്ടി, ഇതൊക്കെ പറഞ്ഞ് ഇദ്ദേഹത്തെ വിളിച്ച് വിജിലൻസ് ഡയറക്ടറാക്കി. എപ്പോഴാണ് പ്രശ്നമായത്? ജയരാജൻ്റെ കേസുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ വന്നു. അത് കഴിഞ്ഞാൽ മാത്രമല്ല, മാണിയുടെ കേസോ പാറ്റൂർ കേസോ പോലും അന്വേഷിച്ച് പോകുന്നതിൽ CPMന് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല ഇടതുപക്ഷത്തിന്. ഇപ്പോഴും ചെയ്തിട്ടില്ലല്ലോ. ഇവിടെ മാസങ്ങളോളം കളിച്ച നമ്മൾ നൃത്തമാടിയ ചാനലുകൾ, സോളാർ കേസ് ഇപ്പോൾ എവിടെ എത്തിയെന്ന് ആർക്കും അറിയില്ല. 3 മാസത്തെ കടുംവെട്ട് കഴിഞ്ഞ സർക്കാരിൻ്റെ ഉണ്ടായിരുന്നു. അതിന് ഇപ്പം അന്വേഷിച്ച് കണ്ടെത്തുന്ന പറഞ്ഞൊരു 3 അംഗ സമിതിയെ വെച്ചു. ഒരു തുമ്പ് കാണാനില്ല. 3 വർഷം കഴിഞ്ഞു സർക്കാർ വന്നിട്ട്. അപ്പോൾ അഴിമതിയോടുള്ള സർക്കാരിൻ്റെ സമീപനം, ഈ സർക്കാർ പല കാര്യങ്ങളിലുള്ള അഴിമതി, ഇപ്പോൾ പാലാരിവട്ടം പാലത്തിലെ അഴിമതി പോലും അന്വേഷിക്കാൻ പോകുന്നില്ല. അതാണ് തമാശ. ഒരന്വേഷണം 18.5 കോടി അതേ കോൺട്രാക്ടർക്ക് അതേ കൺസൾട്ടൻറ്റിന് കൊടുത്തു. തെറ്റായൊരു കാര്യമാണ്. അത് ആ കോൺട്രാക്ടറെയും കൺസൾട്ടൻ്റെങ്കിലും ഒന്ന് മാറ്റണ്ടേ? മന്ത്രി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വേറെ നിങ്ങൾ ചിട്ടിച്ചോളൂ, എനിക്ക് പ്രശ്നമല്ല. അത്രയിൽ പോലും ചെയ്തില്ല. ആകെ 4 ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി. കമ്പനിയാണ് കോൺട്രാക്ടർ എന്ന് പറഞ്ഞ ഒരാളല്ല. കമ്പനിയെ മാറ്റിയില്ല. അദ്ദേഹം വേറെ പണികൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഇടതുപക്ഷം വന്ന വൈദ്യുതി തോമസ് എന്താണോ UDFനെതിരെ ഉന്നയിച്ചത്, ആ അഴിമതി ആരോപണങ്ങൾ LDFന്റെ കാലത്ത് വ്യത്യസ്തമായ രീതിയിൽ വരുമ്പോൾ തങ്ങൾക്കൊപ്പം നിൽക്കുമെന്ന പിണറായി വിജയൻ സർക്കാരിന്റെ കണക്കുകൂട്ടൽ തെറ്റി. പാർട്ടിക്കും മുന്നണിക്കും വ്യത്യാസമില്ലാത്ത വിധത്തിൽ അഴിമതി വിരുദ്ധ നിലപാടെടുത്ത ജേക്കബ് തോമസിനെ ഗത്യന്തരമില്ലാതെ പുറത്താക്കി. അതിനുശേഷം നിലപാടുമായി അദ്ദേഹം ഒരു വിസിൽ ബ്ലോവറായി പുറത്തേക്ക് വരുന്ന ഘട്ടത്തിൽ പീഡിപ്പിച്ചു. ഇതാണോ അങ്ങ് പറഞ്ഞു വരുന്നത്? തീർച്ചയായിട്ടും ജേക്കബ് തോമസ് സർവീസിൽ ഇരിക്കാൻ പാടില്ല എന്ന് ജയരാജന്റെ ആ വിഷയത്തിന് ശേഷം ഇടതുപക്ഷ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നോക്കൂ, ഒരേ കാലത്ത് നടന്ന ഒരു കുറ്റത്തിന് 6 മാസം സസ്പെൻഷൻ, ഇനി അത് കഴിഞ്ഞ് പിന്നെ ഒരു സസ്പെൻഷൻ, പിന്നെ 4 കൊല്ലം മുമ്പ് നേരത്തെ ശ്രീ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണൻ പറഞ്ഞ വേറെ ഇവരൊക്കെ അന്വേഷിച്ചില്ല എന്ന് പറഞ്ഞ കേസിൻ്റെ സസ്പെൻഷൻ,
ആരാ സസ്പെൻഷനൊക്കെ കൊടുക്കണം അത് തീരുമാനം എടുക്കുന്ന ആരാ? ഇവിടുത്തെ IAS ഉദ്യോഗസ്ഥന്മാർ. അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി കൂടി നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി, 2017 ഡിസംബർ മാസത്തിൽ നടന്ന 2 സംഭവങ്ങൾ. ഒന്ന്, ഓഖിക്കെതിരെയുള്ള വിമർശനം, ഓഖിയുടെ സമയത്ത് സർക്കാർ എടുത്ത ചില ഓഖി ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ടുള്ള വിമർശനം. രണ്ടാമത്, അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പ്രകാശനം, സർക്കാരിനോട് അനുവാദം വാങ്ങാതെ അദ്ദേഹം പുസ്തകം പ്രസിദ്ധീകരിക്കുന്നു. ഈ 2 കാര്യങ്ങൾക്ക് 2 ഘട്ടങ്ങളിലായി അദ്ദേഹത്തിന് സസ്പെൻഷൻ ശിക്ഷ വിധിക്കുന്നു. ഇതെങ്ങനെയാണ് സ്വാഭാവികമായി നീതിയായി മാറുക? നമുക്ക് സാധാരണക്കാരന് പോലും സാധാരണക്കാരൻ്റെ കണ്ണിലൂടെ നോക്കിയാൽ അത് മനസ്സിലാവുന്നില്ല. അതിനെ തുടർന്ന് വീണ്ടും 5 വർഷങ്ങൾക്ക് മുമ്പുള്ള മറ്റൊരു കേസുമായി വന്ന് വീണ്ടും 6 മാസം സസ്പെൻഷൻ വിധിക്കുക. അങ്ങനെ 18-20 മാസത്തോളം സസ്പെൻഷൻ തുടർന്നു കൊണ്ടുപോവുക. നാച്ചുറൽ ജസ്റ്റിസും നിഷേധിക്കപ്പെട്ടിട്ടുണ്ട് ഇവിടെ ഈ ഘട്ടത്തിൽ ജേക്കബ് തോമസിന്. ശരിയല്ലേ? പ്രാഥമികമായി ഒരു കാര്യം എനിക്ക് പറയുവാനുള്ളത്, ഈ കോടതി വിധി അവസാന വാക്കാണ് എന്ന് വിശ്വസിക്കാൻ ഒരിക്കലും കഴിയില്ല. കാരണം സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ വിധി ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടാൻ കഴിയും, ഹൈക്കോടതിയിൽ ശേഷം സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടാൻ കഴിയും. ഇതിനു മുമ്പ് നമുക്ക് അനുഭവങ്ങളുണ്ട്. സെൻകുമാറിന്റെ അനുഭവമുണ്ട് അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി. അതെ, കാറ്റിലും അതുപോലെ തന്നെ ഹൈക്കോടതിയിലും അനുകൂലമായ വിധി സമ്പാദിച്ചതിനു ശേഷം സുപ്രീം കോടതിയിൽ വിരുദ്ധമായ വിധി ഉണ്ടായ അനുഭവം ഉണ്ടായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കുറച്ചുകൂടി കൂലങ്കഷമായി നിയമ പ്രശ്നങ്ങൾ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പ്രതിപാദിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തിനും വിയോജിപ്പുണ്ടാകും. അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി, ഈ ഒരു കേസിൽ ഇനി എവിടെയാണ് കൂലങ്കുഷമാകാനുള്ളത്? 2010 ഒരു പുസ്തകം എഴുതുന്നു. ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഔദ്യോഗിക രഹസ്യ നിയമത്തിന്റെ പരിധിയിൽ വരുന്ന ഒരു കാര്യമായതുകൊണ്ട് 6 മാസത്തേക്ക് സസ്പെൻഡ്. പക്ഷേ സമാനമായ കാലയളവിലാണ് ഒരു കുറ്റം 2 കാര്യങ്ങൾ ചെയ്യുന്നത്. അതിന് 2 ഘട്ടങ്ങളിലായി ശിക്ഷ വിധിക്കുന്നത് എങ്ങനെ? മാത്രവുമല്ല, മൂവാറ്റുപുഴയിൽ വിജിലൻസ് കോടതി ക്ലോസ് ചെയ്ത കേസ് വീണ്ടും പൊക്കിക്കൊണ്ടുവരുന്നു. അതും നിലനിൽക്കുന്നില്ല. തുടർച്ചയായി സാങ്കേതികമായ പിഴവുകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ കോടതി വിധി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും 2015 അജയ്കുമാർ ചൗധരിയുടെ കേസിൽ സുപ്രീം കോടതിയുടെ ചില ഗൈഡ് ലൈൻസ് ഉണ്ട്, ചില ഡയറക്ഷൻസ് ഉണ്ട്. ആ ഡയറക്ഷൻസ് പ്രകാരം പാലിക്കപ്പെടേണ്ട സസ്പെൻഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പണിഷ്മെന്റ് അല്ല, ഒരു ശിക്ഷാവിധിയല്ല. അത് സംബന്ധിച്ചുള്ള ഗൈഡ് ലൈൻസിൽ പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ചില ടെക്നിക്കലായിട്ടുള്ള എറേഴ്സ് ഉണ്ടായിട്ടുണ്ടാകാം. ആ എറേഴ്സിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോഴത്തെ ഇപ്രകാരം ഒരു വിധി വന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു കാര്യം കൂടി അഡ്വക്കേറ്റ് പ്രിയദർശൻ, ഒരു കാര്യം കൂടി അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി, അതായത് വിസിൽ ബ്ലോവേഴ്സ് ആക്ട് 2016 വന്നു കഴിഞ്ഞതിന് ശേഷം അഴിമതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തു പറയുന്നതിന് സ്വാഭാവികമായും സർക്കാരിന്റെയും വകുപ്പിന്റെയും ഉള്ളിൽ നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കുള്ള സംരക്ഷണമില്ലേ? ആ സംരക്ഷണത്തിന്റെ പരിരക്ഷ പോലും കിട്ടിയിട്ടില്ലല്ലോ ഇവിടെ ഈ ജേക്കബ് തോമസിന്. അഴിമതിയുടെ കാര്യം മാത്രമല്ല, സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള സർക്കാരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ പരസ്യമായി സംസ്ഥാനത്തിന്റെ നിയമവാഴ്ച തകർന്നു എന്ന് പറഞ്ഞുകൊണ്ട് റൂൾ ഓഫ് ലോയെ തന്നെ, നിയമവ്യവസ്ഥയെ തന്നെ, സംസ്ഥാന സർക്കാരിനെ തന്നെ പരസ്യമായി വെല്ലുവിളിക്കുന്ന ഒരു സമ്പ്രദായം ഒരു തരത്തിലും, അത് ഒരു തരത്തിൽ പറഞ്ഞാൽ അദ്ദേഹം വിലയ്ക്ക് വാങ്ങിയ സസ്പെൻഷനാണെന്ന് പറയേണ്ടി വരും. യാതൊരു സംശയവുമില്ല. കാരണം നമ്മൾ ചോദിച്ചു വാങ്ങുക എന്നൊക്കെ പറയുന്നത് പോലെ അത്തരത്തിൽ കുത്തഴിഞ്ഞ രീതിയിൽ 2017 അദ്ദേഹം വിലയ്ക്ക് വാങ്ങിയ സസ്പെൻഷൻ, അതിനുശേഷം 6 മാസത്തിനു ശേഷം വീണ്ടും സസ്പെൻഷനോ സൗജന്യമായി കൊടുത്തത് എന്ന് നമ്മൾ കണ്ടെത്തേണ്ടി വരും. ആദ്യം വിലയ്ക്ക് വാങ്ങുന്നു, രണ്ടാമത്തത് സൗജന്യമായി കൊടുക്കുന്നു. അങ്ങനെ പറയാൻ കഴിയില്ല. കാരണം ഈ വിധിന്യായത്തിൽ തന്നെ ഈ ഡ്രഡ്ജറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വളരെ ഗുരുതരമായ അഴിമതി ആരോപണമാണ് ഉന്നയിക്കപ്പെട്ടുള്ളത്. 17 കോടിയോളം രൂപയ്ക്ക് കൊട്ടേഷൻ കൊടുത്ത ഒരു വിജിലൻസ് കോടതി ക്ലോസ് ചെയ്ത കേസാണ് അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി. അത് ഇദ്ദേഹമല്ല ഡയറക്ടർ ആ സമയത്ത് എന്നതുകൂടി ഓർമ്മിക്കണം. ആ വിജിലൻസ് വകുപ്പ് കഴമ്പില്ലെന്ന് കണ്ടെത്തിയ കേസാണ്. ക്ലോസ് ചെയ്തു എന്ന് പറയുന്നത് കൊണ്ട് വീണ്ടും അതിൽ ക്രമക്കേട് കണ്ടെത്തിയാൽ അത് പുറത്തെടുക്കുന്നതിന് തടസ്സമൊന്നുമില്ല. ശരി, തിരികെ വരാം. ജന്മഭൂമി എഡിറ്റർ പി ശ്രീകുമാർ കൂടി നമുക്കൊപ്പം ചർച്ച ചെയ്യുന്നു. ശ്രീ പി ശ്രീകുമാർ, ഈ കാറ്റിന്റെ വിധി വരുന്നതിന് മുൻപ് തന്ത്രപരമായ രീതിയിലുള്ള നിലപാട് ജേക്കബ് തോമസ് സ്വീകരിച്ചു എന്ന രീതിയിലുള്ള ചില ആരോപണങ്ങളുണ്ട്. RSSന്റെ വേദിയിൽ പങ്കിടുന്നു, RSSനോടൊപ്പം 23 വർഷമായി താൻ സഹയാത്രികനാണെന്ന് പറയുന്നു. ഇതൊക്കെ അദ്ദേഹം ഞങ്ങളുടെ 24ന്റെ അഭിമുഖത്തിലൂടെയാണ് അദ്ദേഹം ഈ RSS ബന്ധം പറയുന്നത് പോലും. ആ ബന്ധം പറയുന്ന സമയത്തേ ചിലർ സ്വപ്നം കണ്ടു CAT വിധി വരാൻ പോകുന്നത് ഇദ്ദേഹത്തിന് അനുകൂലമാകാനുള്ള സാധ്യതയുണ്ട്. കാരണം അവിടെ പ്രതിനിധീകരിക്കുന്നതും എതിർകക്ഷികളായി ചേർത്തിരിക്കുന്നതും കേന്ദ്ര ഗവൺമെന്റിന്റെ പേഴ്സണൽ മന്ത്രാലയത്തെയാണ്. അവർ നിശബ്ദമായിരിക്കും ഈ കേസിൽ. അനുകൂലമായി ഒരു വാക്ക് മിണ്ടിയാൽ, ഒരു വാക്ക് എഴുതാതിരുന്നാൽ കേസ് തിരികെ അനുകൂലമായി തന്നെ ഈ കേസിൽ വരുമെന്നുള്ളത് അങ്ങനെ നമുക്ക് ഈ ഘട്ടത്തിൽ കാണാൻ കഴിയുമോ പി ശ്രീകുമാർ?
അല്ല, ഈ ശ്രീ ജേക്കബ് തോമസ് RSSൻ്റെ പരിപാടിയിൽ വന്നു, അല്ലെ RSSൻ്റെ പരിപാടിയിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ടെന്ന് പരസ്യമായി പറയുന്നത് ഈ ന്യൂസ് 8 അടുത്ത കാലത്തായിരിക്കും. പക്ഷേ എനിക്ക് അദ്ദേഹത്തെ അതിനു മുമ്പ് തന്നെ അറിയാം. RSSുമായി ബന്ധപ്പെട്ട്, ജന്മഭൂമിയായൊക്കെ ബന്ധപ്പെട്ട് പല പരിപാടികളും അദ്ദേഹം വന്നിട്ടുണ്ട്. IPS ഉദ്യോഗസ്ഥൻ യൂണിഫോം ഇട്ടപ്പം വരാൻ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടാകും. RSSൻ്റെ ഒരു പരിപാടിയിൽ പങ്കെടുത്തു എന്നതൊരു ബാഡ് മാർക്കോ അല്ലെങ്കിൽ ഒരു ഗ്രേഡ് കുറവോ അല്ല. പക്ഷേ അത് ഗുഡ് മാർക്ക് ആവാനുള്ള സാധ്യതയില്ലേ പി ശ്രീകുമാർ? കാറ്റിലെങ്കിലും അതൊരു ഗുഡ് മാർക്ക് ആവാനുള്ള സാധ്യതയില്ലേ? അല്ല, ഞാൻ പറഞ്ഞ RSSൻ്റെ പരിപാടി പങ്കെടുത്ത് പലയിടത്തും ഗുഡ് മാർക്കാണ്. പക്ഷേ ഇതൊരു കോടതി പോലെ ഒരു 2 ജഡ്ജിമാരിരിക്കുന്ന അവിടുത്തെ RSSകാരനാണോ BJPക്കാരനാണോ കോൺഗ്രസ്സുകാരനാണോ നോക്കിയല്ലോ ഒരു വിധി പറയുന്നത്. അവർ അവരുടെ മുമ്പിലുള്ള ഫയലുകൾ, അവരുടെ മുമ്പിലുള്ള ഡോക്യുമെൻ്റ്, വക്കീലന്മാരുടെ വാദങ്ങൾ, ഇതൊക്കെ വിലയിരുത്തിയിട്ടാണ് വിധി എഴുതുന്നത്. അല്ലാതെ ഇദ്ദേഹം RSSുമായിട്ട് ലിങ്ക് ഉണ്ടോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇതിലൊന്നും വിശ്വസിക്കരുത്. ആരും കോടതികളിലോ സുപ്രീം കോടതിയിലോ ഹൈക്കോടതികളിലോ ഒന്നും വിശ്വസിക്കരുത്. ഈ നമുക്കറിയാം, ഇപ്പം അരുണിനാളിലും അറിയാം, ഇദ്ദേഹത്തിനെതിരെ ഫ്രെയിം ചെയ്ത കേസുകൾ ഇദ്ദേഹം RSSൻ്റെ പരിപാടിയിൽ പങ്കെടുക്കുന്നതുകൊണ്ടുള്ള രാഷ്ട്രീയ വിദ്വേഷമൊന്നും ആയിരുന്നില്ലല്ലോ. ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തതും അത് കഴിഞ്ഞ് സസ്പെൻഷൻ ഒരു കാരണവുമില്ലാതെ പിന്നെ 2-3 പ്രാവശ്യം നീട്ടിയതും ഇദ്ദേഹത്തിന് RSSകാരുമായിട്ടോ അല്ലെ RSS ഐഡിയോളജിയുമായിട്ടോ താതാമ്യം പ്രാപിച്ച മനസ്സുണ്ടോ എന്ന് കരുതിയായിട്ടല്ല. അത് മാത്രമല്ല, ഇദ്ദേഹത്തെ എഴുന്നള്ളിച്ചു കൊണ്ട് നടന്ന ആരാണ്? ഉമ്മൻചാണ്ടിക്കെതിരെയും KM മാണിക്കെതിരെയും ശക്തമായി പരസ്യമായും രഹസ്യമായും എല്ലാം വാർത്തകൾ ഉണ്ടാക്കുകയും ആരോപണം ഉന്നയിക്കുകയും വിവാദങ്ങളായ പ്രസ്താവന നടത്തുകയും ചെയ്തപ്പോൾ ഞങ്ങൾക്ക് അദ്ദേഹത്തെ ഗുണം കിട്ടുമെന്ന് കരുതി ഇദ്ദേഹത്തെ വിജിലൻസ് ഡയറക്ടറാക്കിയ ആരാണ്? അദ്ദേഹം പറയുന്നത് അന്ന് തൊട്ടേ ഇദ്ദേഹത്തിന് RSSുമായിട്ട് ബന്ധമുണ്ട്, RSSകാരനാണെന്നാണ് പറയുന്നത്. RSSകാരൻ എന്നല്ല, RSS ഐഡിയോളജിയെ പുള്ളിക്ക് ഇഷ്ടമാണെന്ന് പറയുന്ന ആളാണ്. അങ്ങനെയുള്ളയാളെ പാർട്ടിക്കാർ തന്നെയാണ് കൊണ്ടു നടന്നത്. ശ്രീ പിണറായി വിജയൻ തന്നെയാണ് അദ്ദേഹത്തെ വലം കൈയായും ഇടം കൈയായും കൊണ്ടു നടന്നത്. പക്ഷേ സത്യം പറയുന്ന ആൾ ഇവരെ ഈ ചില സത്യങ്ങൾ വിളിച്ചു പറയാൻ തുടങ്ങിയപ്പോൾ അത് തങ്ങൾക്കെതിരാകും. എനിക്കിനിയും അതാ മനസ്സിലാവാത്തത്. ഇദ്ദേഹത്തെ സത്യം പറയാൻ വേണ്ടിയല്ലല്ലോ വിജിലൻസ് വകുപ്പിന്റെ തലപ്പത്തിരുത്തിയത്, സത്യം കണ്ടുപിടിക്കാൻ വേണ്ടിയല്ലേ? എത്ര സത്യങ്ങൾ കണ്ടുപിടിച്ചു? ബാർ കോഴക്കേസ് അന്വേഷിക്കാൻ, ബാർ കോഴക്കേസിന്റെ സമയത്ത് കോടതിയിൽ നിന്ന് വിമർശനം ഏറ്റുവാങ്ങി. വിജിലൻസ് രാജാണ് എന്ന് ഹൈക്കോടതിയിൽ നിന്ന് വിമർശനം ഏറ്റുവാങ്ങി. അതിനുശേഷം വീണ്ടും ഇദ്ദേഹത്തിന്റെ സമയത്ത് പാറ്റൂർ ഭൂമികുംഭകരണ കേസിൽ അതുമായി ബന്ധപ്പെട്ട് നിരവധി തവണ പുറത്തു വന്നത് ഇദ്ദേഹത്തിന്റെ മൊഴിയായിരുന്നല്ലോ. അദ്ദേഹം അപ്പോഴും നിശബ്ദത പാലിക്കുകയോ അല്ലെങ്കിൽ കേസന്വേഷണം മുന്നോട്ട് പോകാനോ കഴിഞ്ഞില്ല. ഏത് കേസന്വേഷണത്തിൽ വന്നു? സഹപ്രവർത്തകർക്കൊപ്പം വീട് കയറി KM എബ്രഹാമിന്റെ വീടളക്കുക, മറ്റുള്ള സഹപ്രവർത്തകരുടെ ഒപ്പം വീട് റെയ്ഡ് ചെയ്യുക, ഇത്തരം കലാപരിപാടികളിലാണ് വിജിലൻസ് രാജെന്ന് രേഖപ്പെടുത്തുന്നത്. ഇദ്ദേഹം ആത്മാർത്ഥമായി ഏത് വിജിലൻസ് കേസിന്റെ തുമ്പാണ് പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ചത്? പി ശ്രീകുമാർ. അതെ അരുണ, ഞാൻ അരുണ് പറയുന്നതോട് യോജിക്കുന്നു. TP സെൻകുമാറിനെ പോലെയോ അതുപോലെയുള്ള മിടുക്കന്മാരായ ഉദ്യോഗസ്ഥ പോലെ ഒരു മിടുക്കനായിരിക്കില്ല ജേക്കബ് തോമസ്. പക്ഷേ ഒരു കാരണവശാലും അദ്ദേഹത്തിൻ്റെ കേസുകൾ അദ്ദേഹത്തിന് സമയത്ത് തെളിയിക്കാൻ പറ്റിയില്ല. അതിന് പല പല കാരണങ്ങളുണ്ടാകും. നമുക്കൊരു ഡയറക്ടർ മാത്രം വിചാരിച്ചാലൊന്നും ഒരു കേസിന് തുമ്പ് കണ്ടെത്താനോ അല്ലെ കേസിലെ പ്രതികളെ ശിക്ഷിക്കാനോ പറ്റില്ല. അതിന് പല പല കാരണങ്ങളുണ്ടാകും. ഞാൻ പറഞ്ഞത് ഇദ്ദേഹം മിടുക്കനായ ഉദ്യോഗസ്ഥനാണെന്നോ അല്ല എക്സ്ട്രാ കഴിവുള്ള ആളാണെന്നോ ഒന്നും അല്ല. ഇദ്ദേഹം ഏതായാലും അഴിമതി ഇല്ലാത്ത ആളാണല്ലോ. അഴിമതിക്കാരൻ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ ഈ പറഞ്ഞ ഓഖിയുടെ പ്രശ്നം പറഞ്ഞതിൻ്റെ പേരിലോ അല്ലെങ്കിൽ പുസ്തകം എഴുതിയതിൻ്റെ പേരിലോ സസ്പെൻഡ് ചെയ്തതിനെ ഞാൻ വേണമെങ്കിൽ അത് പറഞ്ഞ പോലെ ഇവരൊക്കെ പറയുന്നത് പോലെ സർക്കാർ ചട്ടം ലംഘിച്ചു അല്ലെ സർക്കാരിനെ വിമർശിച്ചു എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തതിനെ നമ്മൾ അംഗീകരിച്ചാൽ പോലും അയാളെ അഴിമതിക്കാരൻ എന്ന് പറഞ്ഞ് സസ്പെൻഡ് ചെയ്യാനുള്ള വ്യഗ്രത അല്ലെങ്കിൽ ഒരു കള്ളത്തരം കാണിച്ചതിനാണ്. അവിടെയാണ് ഈ സർക്കാരിൻ്റെ കുഴപ്പം. മറുപടി തിരിച്ചു വരാം. ശ്രീ പി ശ്രീകുമാർ, പി ചിത്തരഞ്ജൻ മറുപടി. അല്ല ശ്രീ, നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഗവൺമെൻറ്റിനെ കുറിച്ച് ഏത് ആക്ഷേപം ഉന്നയിക്കുന്നവർക്കും ഒരു വസ്തുത അറിയാമല്ലോ. ഈ ഗവൺമെൻറ്റിലെ ഏതെങ്കിലും ഒരു മന്ത്രിയെക്കുറിച്ചോ അല്ലെങ്കിൽ ഈ ഗവൺമെൻറ്റിലെ ഏതെങ്കിലും ഒരു പ്രവർത്തനത്തെക്കുറിച്ചോ ആർക്കെങ്കിലും ഒരു അഴിമതി ആരോപണം ഉന്നയിക്കാനൊക്കെ മറ്റെന്തെങ്കിലുമൊക്കെ ന്യൂനതകൾ പറയാം. ഇവിടെ ഈ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ കാര്യമായി പറഞ്ഞതാണല്ലോ സഖാവ് EP ജയരാജൻ വ്യവസായ മന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ബന്ധത്തിലൊരു നിയമനം നടത്തിയെന്നുള്ളതല്ലേ. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഗവൺമെൻറ്റിൽ നിന്ന് മാറിയിരിക്കുകയും പിന്നീട് അദ്ദേഹം തിരിച്ചു വരികയും ചെയ്യുന്ന സാഹചര്യം. അതിൻ്റെ അപ്പുറത്തേക്ക് ഈ ഗവൺമെൻറ് ഒരു അഴിമതിക്കും ഒരു ഉദ്യോഗസ്ഥനെയും ഉപയോഗിക്കുന്ന ഗവൺമെൻറ് അല്ല. അഴിമതിക്കെതിരായ ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നൊരു ഗവൺമെൻറ്റാണെന്ന് അഭിമാനത്തോട് തന്നെ പറയാൻ കഴിയും. പക്ഷേ ശ്രീ ജേക്കബ് തോമസ് അദ്ദേഹം മാത്രമാണ് ഈ കേരളത്തിലെ 3.5 കോടി വരുന്ന മനുഷ്യരിൽ ഒരു അഴിമതിരഹിതനായ ആൾ. ബാക്കി എല്ലാവരും അഴിമതിക്കാരാണ് എന്ന നിലയിൽ അദ്ദേഹം സ്ഥാപിച്ചെടുക്കാനല്ലേ ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെ എന്താ പ്രശ്നം? ഇവിടെ വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടത്, പ്രാഥമികമായ അന്വേഷണം നടത്തിയതിന് ശേഷം വിജിലൻസിൻ്റെ ഒരു പ്രത്യേക യൂണിറ്റാണ്. ആ യൂണിറ്റാണ് അദ്ദേഹത്തിനെതിരായിട്ടുള്ള ആരോപണം ഉന്നയിച്ച് കേസെടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത്.
അവരാണ് FIR കോടതിയിൽ കൊടുത്തത്. ആ FIRൽ എന്താ പറയുന്നത്? 14.96 കോടി രൂപ അദ്ദേഹം നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. ധനകാര്യ വകുപ്പിൻ്റെ ഇൻസ്ട്രക്ഷൻ വിങ് കണ്ടെത്തിയിരിക്കുന്ന തുകയാണ് 8 കോടി രൂപയാണ് ഇതിന് നീക്കിവെച്ചിരുന്നത്. 19 കോടി രൂപയ്ക്കാണ് ട്രജർ വാങ്ങിയത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ നിങ്ങൾക്കറിയാമല്ലോ, ധനകാര്യ വിഭാഗം പരിശോധന നടത്തി കഴിഞ്ഞാൽ അതിൻ്റെ തുകയുടെ ഇൻട്രസ്റ്റ് അടക്കം കണക്കൂട്ടിക്കൊണ്ടാണ് അവർ നഷ്ടം പറയാറുള്ളത്. ബഹുമാനപ്പെട്ട ശ്രീ CR ചിത്തരഞ്ജൻ, ഇത് KM ഇബ്രാഹിമിനെതിരെ ജേക്കബ് തോമസിന്റെ നിലപാടും നടപടിയും വരുന്ന ഘട്ടത്തിന് ശേഷം വരുന്ന കഥയാണ്. അതിനു മുമ്പ് അടഞ്ഞുപോയ കേസായിരുന്നു ഇത്. UDFന്റെ സർക്കാർ തടഞ്ഞുപോയൊരു കേസ്. പിന്നീട് KM ഇബ്രാഹിം കൊണ്ടുവരുന്നത് ദുഷ്ടലാക്കോട് കൂടിയാണെന്നാണ് C ഉണ്ണികൃഷ്ണനും ഇവിടെ സൂചിപ്പിച്ചത്. അത് അദ്ദേഹത്തിന്റെ വക്കീലായിട്ടുള്ള ശ്രീ C ഉണ്ണികൃഷ്ണൻ അല്ലാതെ വേറെ ഒന്നും പറയാനൊക്കില്ലല്ലോ. നിങ്ങൾ അതെന്തേ കാണാത്തത്? അദ്ദേഹത്തിന് വേറെ വല്ലതും പറയാനൊക്കോ? ഇവിടെ KM ഇബ്രാഹിം ആണോ, ജേക്കബ് തോമസ് ആണോ, അല്ലെങ്കിൽ പരഭൂഷണാണോ, അല്ലെങ്കിൽ വേറൊരു ഉദ്യോഗസ്ഥനാണോ എന്നതിനെക്കുറിച്ചുള്ള തർക്കമല്ല. ഇവിടെ അദ്ദേഹം നേരത്തെ ശ്രീ അരുൺകുമാർ പറഞ്ഞത് ഞാൻ അതിനോട് 100% യോജിക്കുകയാണ്. അദ്ദേഹം ഏത് കേസാണ് വെളിച്ചത്ത് കൊണ്ടുവരാൻ കഴിഞ്ഞത്? ഏത് കേസിന് വേണ്ടിയാണ് അദ്ദേഹം ഇന്ന കേസ് അദ്ദേഹം കൊണ്ടുവന്നാണെന്ന് പറയാൻ കഴിയുന്നത്? അദ്ദേഹത്തിനെതിരെ പിന്നീട് ആരോപണം വന്നില്ലേ? അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിൻ്റെയും ഭാര്യയുടെയും പേരിൽ കർണാടകത്തിലെ കുർഗ് എന്ന് പറയുന്ന പ്രദേശത്ത് 151 ഏക്കർ ഭൂമി അവിടെ അനധികൃതമായി സമ്പാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ലോകായുക്തക്ക് പരാതി വന്നു. ലോകായുക്തക്ക് പരാതി വന്നാൽ ഒരു ഉദ്യോഗസ്ഥനാകുമ്പോൾ സ്വാഭാവികമായി അത് പരാതിയല്ല എന്ന് നമുക്ക് പറയാൻ കഴിയും. അന്വേഷണം നടത്താതിരിക്കുമോ? അദ്ദേഹം ഫിഷറീസിൻ്റെ തുറമുഖ വകുപ്പിൻ്റെ ചുമതലക്കാരനായിരുന്ന സന്ദർഭത്തിൽ വന്നിട്ടുള്ള ചില ക്രമക്കേടുകളെ സംബന്ധിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ മുൻപരിചയമില്ലാതെ സർക്കാർ സ്ഥാപനമായിട്ടുള്ള സിഡ്കോയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്ലാന്റ് നിർമ്മാണത്തിൽ ഇതെല്ലാം ഓരോ സന്ദർഭത്തിൽ ചിത്രഞ്ജൻ, ഇത്തരത്തിലൊരു ഉദ്യോഗസ്ഥന്റെ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കാതെയാണോ അദ്ദേഹത്തെ വിജിലൻസ് ഡയറക്ടറായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമിക്കുന്നത്? ഇത്തരമൊരു ഉദ്യോഗസ്ഥൻ ഇത്തരത്തിലുള്ള ഇടപാടുകൾ നടത്തി എന്ന പ്രഥമ വിവരം ഇല്ലാതെയാണോ ഇദ്ദേഹത്തെ നിയമിക്കുക? ഇതൊന്നും തെളിഞ്ഞിട്ടില്ലല്ലോ. അത് തന്നെയാണ് തെളിയാതെ ഇദ്ദേഹത്തെ സസ്പെൻഷനിൽ നിർത്തുന്നത് എന്തിനാണ്? ഇരുട്ടിൽ നിർത്തുന്നത് എന്തിനാണ്? FIR അല്ലേ, അതിലുള്ള കേസുകളല്ലേ? ഒരിക്കലും ഇരുട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹത്തെ സംബന്ധിച്ച് ഇവിടെ നടപടിക്ക് വിധേയനായി കഴിയുമ്പോ നടപടിക്ക് വിധേയനായിരിക്കുന്നയാള് പാലിക്കേണ്ട ഏതെങ്കിലും നിലയിലുള്ള ഒരു അച്ചടക്കം അദ്ദേഹം പാലിച്ചിട്ടുണ്ടോ? അങ്ങ് തന്നെ പറഞ്ഞു ആദ്യത്തെ രണ്ട് സസ്പെൻഷൻ അച്ചടക്കവുമായി ബന്ധപ്പെട്ടാണ് എന്ന് വാദിക്കുന്നു. ഇപ്പൊ ചോദിച്ചത് ഡ്രഡ്ജറിലെ വിഷയവുമായി ബന്ധപ്പെട്ടാണ്. ആ കേസ് ഈ ഗവൺമെൻറ് വരുന്നതിന് വളരെ മുമ്പുണ്ടായ കേസാണ്. അത് വിജിലൻസ് അന്വേഷിച്ചതാണ്, അതില്ലാന്ന് പറഞ്ഞതാണ്. ഈ ഗവൺമെൻറ് വേണ്ടെങ്കിൽ വീണ്ടും ആലോചിക്കാം. പക്ഷേ ഇപ്പോൾ താങ്കൾ ഈ ഗവൺമെൻറ് അഴിമതി ഒന്നുമില്ലാന്ന് പറഞ്ഞില്ലേ? കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ഇവിടെ വിജിലൻസിന് തലവനുണ്ടായിരുന്നില്ല. അവസാനം ഒരു തലവനെ കിട്ടി. ജേക്കബ് തോമസ് അവിടെ ഇരിക്കുന്ന കാലത്ത് അദ്ദേഹത്തിന് ഉദ്യോഗസ്ഥ സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്തില്ല, അദ്ദേഹത്തിന് പിൻബലമില്ല. അദ്ദേഹത്തിനെ ഒതുക്കാൻ വേണ്ടി IASകാരുടെ ലോബി ഇവിടെ കളിച്ചു. അതന്നെയാണ് പ്രശ്നം. IASകാർക്ക് താല്പര്യമില്ല, ഭരണകൂടത്തിന് താല്പര്യമില്ല, മന്ത്രിസഭയ്ക്ക് താല്പര്യമില്ല. അങ്ങനെ ഒരാളവിടെ ഇരിക്കുകയാണ്. അദ്ദേഹത്തെ ഒഴിവാക്കാൻ ഒരു കാരണം കിട്ടി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ കേരളത്തിലെ IPS സർവീസിൽ ഇരിക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥർ എത്ര പേരുടെ പേരിൽ കേസുണ്ട് ശ്രീ ചിത്തരഞ്ജൻ? ഞാൻ പറയുന്നു 3 പേരുടെ പേരെങ്കിലും എനിക്കറിയാം. ഞാനിപ്പോൾ അത് പേരൊന്നും ഇവിടെ പറയുന്നില്ല, ഇല്ലെങ്കിൽ പറയട്ടെ. 3 IPS ഉദ്യോഗസ്ഥരുടെ പേരിലെങ്കിലും കേസുണ്ട്. നെടുങ്കണ്ടത്ത് ഉരുട്ടിക്കൊല നടത്തിയ IPS ഉദ്യോഗസ്ഥൻ, അതിന് നേതൃത്വം കൊടുത്ത ഉദ്യോഗസ്ഥൻ ഇപ്പോഴും സർവീസിലുണ്ട്. ശ്രീജിത്തിനെ കൊല്ലാൻ പ്രത്യേക സൈന്യമുണ്ടാക്കിയ, ആ സൈന്യം കൊലപ്പെടുത്തിയ ശ്രീജിത്തിൽ അയാൾക്ക് ഇപ്പൊ DIG. ഏത് ഉദ്യോഗസ്ഥരെ ശിക്ഷിച്ചു എന്നാ പറയണേ? പ്രമോഷൻ DIG ആയി, SP DIG ആയി. അപ്പൊ ഞാൻ പറഞ്ഞത് ആർക്കൊക്കെ പ്രൊമോഷൻ കിട്ടും? എങ്ങനെയാണ് ഇവിടെ ചിലരൊക്കെ IPSകാര് വളരെ ഉന്നത പദവിയിലെത്തുന്നത്? NIA കേസുള്ള ഒരാൾ ഇവിടെ ഇല്ലേ? ഒരു IPS ഉദ്യോഗസ്ഥല്ലേ? ഇന്നുണ്ടെന്ന് എനിക്കറിയാം. സർക്കാരിനോട് പറയാതെ വിദേശയാത്ര നടത്തിയൊരു ഉദ്യോഗസ്ഥന് ഇവിടെ ഇല്ലേ? എന്ത് ശിക്ഷ അദ്ദേഹത്തിന് കൊടുത്തത്? കുറച്ച് സസ്പെൻഷൻ കഴിഞ്ഞു, അദ്ദേഹം ഉയർന്ന പദവിയിലേക്ക് തിരിച്ചു വന്നു. ഉന്നത തലത്തിലെത്തുകയും ചെയ്തു ഒരേ ദിവസം. അതാ ഞാൻ പറഞ്ഞേ. അതേ കാര്യം ഈ ജേക്കബ് തോമസിനെ അട്ടിമറിക്കാൻ ഇപ്പൊ കഴിഞ്ഞ കുറെ കാലമായിട്ട് വിജിലൻസിൽ ഒരു പരാതി പോലും കൊടുക്കാൻ പറ്റില്ല. കാരണം ഇല്ല.
പരാതി കേസില്ലാത്തോണ്ടല്ല, കാരണം അതിനോട് ആളില്ല, കൊടുത്താൽ അന്വേഷണമില്ല. വളരെ പെട്ടെന്ന് മറുപടി. അല്ല, ഈ പിന്നെ ശ്രീ CR ഇപ്പം ഈ പറഞ്ഞ കാര്യവും ഇതുമായിട്ട് എന്താ ബന്ധമുള്ളത്? നമ്മുടെ സർവീസ് റൂൾസ് ഇല്ലേ? ആ റൂൾസ് അനുസരിച്ച് ഉദ്യോഗസ്ഥന്മാരുടെ പ്രൊമോഷൻ ആയാലും സസ്പെൻഷൻ ആയാലും നടപടിയാണെങ്കിലും അതെല്ലാം ചട്ടങ്ങളില്ലേ? ആ ചട്ടപ്രകാരമല്ലേ കാര്യം നടക്കുന്നത്? ഞാൻ നിങ്ങളടുത്ത് ചോദിക്കട്ടെ, ഒരു IPS ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ തൻ്റെ ആ ഉയർന്ന റാങ്കിൻ്റെ ഏതെങ്കിലും ഒരു പക്വതയും അല്ലെങ്കിൽ ആ ഉയർന്ന റാങ്കിൻ്റെ ഏതെങ്കിലും ഒരു സാമാന്യ മര്യാദയും അദ്ദേഹം കാട്ടിയിട്ടുണ്ടോ? ഈ കഴിഞ്ഞ 2 വർഷക്കാലമായി ജേക്കബ് തോമസ് വെറും നമ്മുടെ നാട്ടിലെ ഈ വൈകുന്നേരത്തെ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന പല നിരീക്ഷകന്മാരെ പോലെ അഭിപ്രായം പറയേണ്ട ആളാണോ? അദ്ദേഹം ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനല്ലേ? അതിൻ്റെതാകുന്ന അച്ചടക്കം പാലിക്കാൻ അദ്ദേഹം ബാധ്യസ്ഥനല്ലേ? ഇതെല്ലാം കുഴപ്പം ഇല്ല. ഒരു തെമ്മാടിത്തരത്തിന് കൂട്ടുനിൽക്കണ്ട. അദ്ദേഹം ഏത് തെമ്മാടിത്തരത്തിനാ കൂട്ട് നിന്നത്? ഏത് തെമ്മാടിത്തരം അദ്ദേഹത്തിനോട് പറഞ്ഞത്? അദ്ദേഹം അങ്ങനെ CR ആ ഭാഷകൾ ഉപയോഗിക്കരുതും. ഈ ഗവൺമെന്റ് തെമ്മാടിത്തരത്തിന് ഒരു ഉദ്യോഗസ്ഥനെ ഉപയോഗിക്കുന്നില്ല. എല്ലാ കാലത്തും ഒരു ഗവൺമെന്റ് അദ്ദേഹം പറയട്ടെ, ഏത് തെമ്മാടിത്തരത്തിന് വേണ്ടിയാണ് ഈ ഗവൺമെന്റ് ഉപയോഗിക്കാൻ ശ്രമിച്ചത്? ഞാൻ ചോദിക്കട്ടെ, ഈ ഗവൺമെന്റ് ഏത് തെമ്മാടിത്തരത്തിനാണ് അദ്ദേഹം പറയട്ടെ. പക്ഷേ കാര്യങ്ങൾ അങ്ങനെയാകുമ്പോഴും PP പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നേരത്തെ നമ്മൾ ചോദിച്ച ചോദ്യമാണ് ഈ കാര്യത്തിൽ. താൻ ഏതൊക്കെ കേസുകളുടെ കാര്യത്തിലാണോ പുറത്ത് മാധ്യമങ്ങളോട് വാചാലമായിട്ടുള്ളത്, കാർഡുമായി വന്ന അദ്ദേഹം മഞ്ഞക്കാർഡുമായി വന്ന് പറയുന്നു ഇത് ഒരു ഫൗൾ സൂചന കാർഡാണ്. രണ്ടാമത് ഈ കാർഡ് ഉപയോഗിച്ചിട്ടും ഫലം കണ്ടില്ലെങ്കിൽ താൻ ചുമപ്പ് കാർഡ് ഉപയോഗിക്കുമെന്ന് പറയുന്നു. മഞ്ഞക്കാർഡും ചുമപ്പ് കാർഡും ഒന്നും ഈ EP ജയരാജന്റെ ബന്ധു നിയമനത്തിന്റെ കാര്യത്തിലും ഉണ്ടായിരുന്നില്ല എന്നത് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു CR-നെ. ആ കാലഘട്ടത്തിൽ നിശബ്ദനായിരുന്നു. വിജിലൻസിന്റെ ഡയറക്ടറായിരിക്കുന്ന ഘട്ടത്തിലും ആ വിഷയത്തിലും നിശബ്ദനായിരുന്നു. ആ കാര്യത്തിലല്ല അദ്ദേഹം നടപടി നേരിട്ടത്. തുടർന്ന് പാറ്റൂരിന്റെ കാര്യത്തിൽ, ഈ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ബാർ കുംഭകോണ കേസിന്റെ കാര്യത്തിൽ ഇതിലൊന്നും അദ്ദേഹത്തിന്റെ കാർഡ് കണ്ടില്ല. ഒരാൾക്കെതിരെയും കാർഡ് പൊങ്ങിയില്ല. അന്വേഷണം ഇങ്ങനെ അനന്തമായി നീളുന്നതിനെ കോടതിയും വിമർശിക്കുന്ന ഘട്ടമുണ്ടായി CR. അല്ല, അന്വേഷണം നമ്മുടെ നാട്ടിൽ പോലീസിലടക്കം ചാരന്മാരുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞ ഒരു സ്ഥലത്ത് ഈ അന്വേഷണം അട്ടിമറിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഞാനതാ പറഞ്ഞേ, അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. അദ്ദേഹം തന്നെ പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു ഡയറക്ടർ ജനറൽ ഉണ്ടായാലും ഞാൻ ചോദിക്കട്ടെ, ഈ പാറ്റൂർ കേസോ ബാർക്കോഴ കേസോ അദ്ദേഹം പോയതിനു ശേഷം ഇപ്പൊ എവിടെ എത്തി അരുണേ? ഇപ്പൊ എവിടെ എത്തി? അത് പറഞ്ഞ് വോട്ട് പിടിച്ച് അധികാരത്തിലേറിയ ആളുകളല്ലേ ബാർക്കോഴ കേസും സോളാർ കേസും. എന്റെ അന്വേഷണം പൂർത്തിയാ? കാരണം ഈ ഗവൺമെന്റ് അത് അന്വേഷിക്കണമെന്നില്ല. അതാണ് പ്രശ്നം. വളരെ സ്പെസിഫിക് ആയ CR നീലകണ്ഠൻ ഇതൊക്കെ സമ്മതിച്ചു തരാമായിരുന്നു. സർക്കാർ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഏതെങ്കിലും ഒരു വിട്ടുവീഴ്ച വിജിലൻസ് ഡയറക്ടറായിട്ടിരിക്കുന്ന ജേക്കബ് തോമസിനോട് ആവശ്യപ്പെട്ടുവെന്ന് പറയാനില്ല. ജേക്കബ് തോമസിന് കാർഡടച്ച് പിടിപ്പിക്കാനേ ഉള്ളൂ. ഓഖിയുടെ കാര്യത്തിൽ കണ്ടില്ലേ, അവിടെ സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികൾക്കല്ല കിട്ടിയത്, അവിടെ സമ്പന്നരുടെ ആളുകൾക്ക് കിട്ടുന്നതാണോ ദുരിതാശ്വാസം എന്ന് ചോദിക്കാം. 51 വെട്ടിനെ കുറിച്ച് പറയും. ഇതെല്ലാം കാർഡടച്ചു വിടുവിക്കുകയാണ്. ഏതെങ്കിലും ഒരു കാര്യത്തിൽ പിണറായി സർക്കാർ വിട്ടുവീഴ്ചയ്ക്ക് തന്നെ നിർബന്ധിച്ചിട്ടുണ്ട് എന്ന് പറയാൻ ഇപ്പോഴും കഴിയില്ല. അവിടെയാണ് ആ പരാജയം ഉണ്ടാവുന്നത്. മറുഭാഗത്ത് അദ്ദേഹം കൊട്ടിഘോഷിച്ച് നടക്കുന്നു, കാര്യവും കാരണവും എഴുതുന്നു, സ്രാവുകളെന്ന് വിളിച്ച് മറ്റുള്ളവരെ അധിക്ഷേപിക്കുന്നു. അതും സർക്കാരിൻ്റെ കാലത്ത് സർക്കാരിൻ്റെ രഹസ്യങ്ങളുടെ നിയമത്തെക്കുറിച്ചുള്ള ധാരണ പോലും ഇല്ലാത്ത അവസ്ഥയിൽ. ഇതൊക്കെയാണ് അദ്ദേഹത്തിനെതിരെ ഉയരുന്ന വിമർശനം. CR അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഒരു ഏത് അഴിമതി കേസാണ് ഒരു രാത്രി കൊണ്ട് 2 രാത്രി കൊണ്ട് അന്വേഷിക്കാൻ പറ്റുക? ഒരുപാട് നടപടിക്രമങ്ങളുണ്ട് അന്വേഷണ കേസിന്. ആ നടപടിക്രമം എത്തുന്നതിന് മുമ്പ് തടസ്സം വരും. ഇപ്പോ ഞാൻ പറഞ്ഞല്ലോ, പാറ്റൂർ കേസിൽ ഒരു അഴിമതി ഇല്ല എന്നാണോ ചിത്രഞ്ജൻ പറയണേ? അഴിമതി ഉണ്ടോ? ബാർക്കോഴ കേസിൽ അഴിമതി ഉണ്ടോ? ജേക്കബ് തോമസ് പോയിട്ടൊന്ന് 2 വർഷമായല്ലോ. എന്നിട്ട് എവിടെ പോയി? നേരത്തെ PP സൂചിപ്പിച്ച കാര്യമുണ്ടല്ലോ. നിലവിൽ ഇദ്ദേഹത്തിനെ ഈ സർവീസ് ചട്ടത്തിന്റെ അടിസ്ഥാനത്തിൽ സസ്പെൻഷൻ റിവ്യൂ കമ്മിറ്റി കൂടി കൃത്യമായ നടപടിക്രമങ്ങളിലൂടെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. CAT എന്ന് ചോദിച്ചുവെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അഥവാ എന്താണ് കാരണമെന്ന് ഇനിയും ബോധ്യപ്പെട്ടിട്ടില്ല എന്നാണ് CAT ചോദിച്ചുവെന്നാണ് മനസ്സിലാക്കുന്നത്. സർവീസ് കാലയളവിൽ സർക്കാരിൻ്റെ അനുവാദമില്ലാതെ പുസ്തകം പ്രസിദ്ധീകരിക്കുകയും അതിൽ മുൻ മുഖ്യമന്ത്രിമാരും ഇപ്പോഴുള്ള മന്ത്രിമാരോ അല്ലെങ്കിൽ ജനപ്രതിനിധികളോ അടക്കമുള്ളവരെ കുറിച്ച് മോശം പരാമർശം നടത്തുന്നതും ചട്ടത്തിൽപ്പെടുമോ? ഏതെങ്കിലും തരത്തിൽ സർക്കാരിൻ്റെ ഒരു നടപടി
DGP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ റൂൾ ഓഫ് ലോ, നിയമവാഴ്ച പരാജയപ്പെട്ടുവെന്ന് ഒരു പൊതുവേദിയിൽ പറയാൻ ചട്ടം അനുവദിക്കുന്നുണ്ടോ? ഈ രണ്ടു കാര്യങ്ങളിലെങ്കിലും ചുരുങ്ങിയത് മറുപടി നമുക്ക് ആവശ്യമില്ലേ? ആ കാര്യത്തിന് പുറത്തുള്ള സസ്പെൻഷൻ ന്യായീകരിക്കാവുന്നതാണോ ഈ ഘട്ടത്തിലും? അല്ല, സുപ്രീം കോടതി തന്നെ ജസ്റ്റിസ് ചെലമേശ്വർ എഴുതിയ ഒരു വിധിയിൽ 2016 കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇതുപോലുള്ളൊരു IPS ഉദ്യോഗസ്ഥൻ്റെ കേസിനകത്ത് പറയുന്നുണ്ട്, ഒരു IPS ഉദ്യോഗസ്ഥൻ ആ സ്ഥാനത്തിരിക്കുമ്പോഴും അയാളൊരു സിറ്റിസണാണ്, ഇന്ത്യൻ സിറ്റിസണാണ്. അപ്പോൾ അയാൾക്ക് റൂൾ ഓഫ് ലോ എവിടെയൊക്കെ വീഴ്ച ഉണ്ടാവുന്നുണ്ടോ അങ്ങനെയുള്ള ഇൻസൈഡേഴ്സിനാണ് ഈ ഭരണ കാര്യത്തിൽ ഉള്ള വീഴ്ചകൾ കൃത്യമായിട്ട് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത്. അത് ചൂണ്ടിക്കാണിക്കുന്നത് ഒരു തെറ്റല്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. കാര്യം അത് അയാളുടെ മൗലിക അവകാശമാണ്, അയാളൊരു ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയിൽ. പക്ഷേ ഒരു കാരണവശാലും ആ ഒരു കാര്യത്തിനെ സംബന്ധിച്ച് പിന്നെ ഈ ഭരണത്തിലുണ്ടാകുന്ന വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഒരു കാരണവശാലും അയാൾക്കെതിരെ എടുത്ത് പ്രയോഗിക്കാൻ പാടില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം കൂടി നമ്മൾ അതിൽ ചോദിച്ചിരുന്നല്ലോ, അതായത് പുസ്തക പ്രസിദ്ധീകരണം നടത്തുന്നതടക്കമുള്ള വിഷയങ്ങൾ സർക്കാരിൻ്റെ അനുമതി വേണ്ടേ? പ്രത്യേകിച്ച് ഇത്തരമൊരു തലത്തിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ എഴുതുമ്പോൾ അത് അദ്ദേഹം ചോദിച്ചിട്ടില്ല, വാങ്ങിയിട്ടുമില്ല. അത് സെൻട്രൽ റൂൾസിനകത്ത് 1964 ഒരു റൂളാണ് ഇവരിപ്പോൾ കോട്ട് ചെയ്യുന്നത്. അതിനകത്ത് ഓട്ടോബയോഗ്രഫി എഴുതുന്നതിന് ഒരു തടസ്സവുമില്ല, ഒരു റൂളും ഒരു പെർമിഷനും വാങ്ങിക്കേണ്ട കാര്യമില്ല. ഇത് ഓട്ടോബയോഗ്രഫിയാണ്. അതാണ് ജേക്കബ് തോമസിൻ്റെ നിലപാട്. പക്ഷേ അത് സർവീസ് സ്റ്റോറിയാണ് എന്ന രീതിയിലാണോ സർക്കാർ അവതരിപ്പിച്ചത്? അത് ഔദ്യോഗിക രഹസ്യ നിയമത്തിനെ വയലേറ്റ് ചെയ്ത് പല രഹസ്യങ്ങളും പുറത്തു വിട്ടു എന്നാണ് പറയുന്നത്. അതിനകത്ത് ഒരു രഹസ്യങ്ങളും പുറത്തു വിട്ടിട്ടില്ല. അതിനകത്ത് പുറത്തു വിട്ടിട്ടുള്ളത് പല ആളുകളുടെയും, നമ്മുടെ ഇവിടെ ഭരണം നടത്തിയ പല ആളുകളുടെയും തെറ്റായ നിലപാടുകൾ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അപ്പോഴും അദ്ദേഹം സർവീസിൽ ഉണ്ടായിരുന്നു. ജനങ്ങളാണല്ലോ അൾട്ടിമേറ്റ്ലി. ആരുണ്ടായിരുന്നു? ആത്മകഥ എഴുതുന്ന ഘട്ടത്തിലും അദ്ദേഹത്തിന്റെ ഒപ്പം സർവീസിലുണ്ടായിരുന്ന പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിനെ കുറിച്ചാണ് അദ്ദേഹം ആ പുസ്തകത്തിൽ പരാമർശിക്കുന്നത്. കറക്റ്റ്. അതിനെന്താ തെറ്റ്? അത് ഔദ്യോഗിക രഹസ്യ നിയമത്തിന്റെ പരിധിയിൽപ്പെടില്ലേ? ആത്മകഥ എഴുതുമ്പോൾ ഞാൻ ഔദ്യോഗിക രഹസ്യ നിയമത്തിനെ കൂടി സംരക്ഷിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാകുമ്പോൾ അതിൽ ആത്മകഥാ പ്രതിഫലനം എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ കഴിയില്ലല്ലോ. അല്ല, ഇന്നത്തെ കാലത്ത് ഒഫീഷ്യൽ സീക്രട്സ് ആക്ട് ഇല്ല. ഇപ്പോൾ ഉള്ളത് റൈറ്റ് ടു ഇൻഫർമേഷൻ ആണ്. ജനങ്ങൾക്ക് എല്ലാ ഇൻഫർമേഷനും അങ്ങോട്ട് കൊടുക്കണമെന്നാണ് പുതിയ നിയമം. തിരിച്ചു വരാം. വിസിൽ ബ്ലോവേഴ്സ് ആക്ടിന്റെ അടക്കം പരിരക്ഷ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഭൂതകാലത്തിൽ. ജേക്കബ് തോമസ് എന്ന ചരിത്രത്തിനെ കൂടിയാണ് ഒരു ഘട്ടത്തിൽ ഈ സസ്പെൻഷൻ മായ്ച്ചു കളയാൻ ശ്രമിച്ചത്. അകത്തു നിന്നും പുറത്തേക്ക് ചില സത്യങ്ങൾ വിളിച്ചു പറയാൻ ശ്രമിക്കുന്ന ഉദ്യോഗസ്ഥരെ ഒരു ഭരണകൂടത്തിനും താല്പര്യമില്ല എന്നതിൻ്റെ ഒരു വെളിപ്പെടുത്തലും സാക്ഷ്യപ്പെടുത്തലും കൂടിയായിരുന്നു ആ സസ്പെൻഷൻ. ചെറിയ ഇടവേളയ്ക്കു ശേഷം തിരികെ വരുമ്പോൾ അന്വേഷിക്കുന്നത് ഇനി സർക്കാരിന് മുന്നിലുള്ള പോംവഴി എന്താണ്, ഇനി ജേക്കബ് തോമസിന് മുന്നിലുള്ള പോംവഴി എന്താണ്? കറകളഞ്ഞ് തിരികെ വരുന്ന ജേക്കബ് തോമസിനെ സർക്കാർ തിരിച്ചെടുക്കുമോ? RSS ബന്ധവത്തിന്റെ പേരിൽ കണ്ണിലെ കരടായി മാറ്റി നിർത്തി അപ്പീലിനു വേണ്ടി സർക്കാർ ശ്രമിക്കുമോ എന്നാണ്. ഇടവേളയ്ക്കു ശേഷം തിരികെ വരാം. You are watching 24 Prime Hours. Warrior Silk Shirts Encounter സമർപ്പിക്കുന്നത് Warrior Denim and Casuals, the game changer. Powered by Seat Mileage X3, the 1 lakh kilometer tire. Seat, it helps. In association with Vincos മസാലകൾ, കറി പൗഡറുകൾ, പതിവാക്കൂ ശുദ്ധമായതിനെ എന്നെന്നും. സ്വർണ്ണ ഡയമണ്ട് ആഭരണങ്ങൾ തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കാനുള്ള അവസരം. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ്. ഇന്നത്തെ വാർത്താ ദിനം co-sponsored by Brights of India from Malabar Gold and Diamonds. Nucleus, live life. Builder, hotelier, designer. മറന്നല്ലേ? താങ്ക് യു. ഹേ ഗൈസ്, ഇത് കണ്ടോ, നല്ല ഭംഗിയുള്ള പൂക്കൾ ഫോർ മൈ ബ്യൂട്ടിഫുൾ വൈഫ്. ഹാപ്പി ബർത്ത്ഡേ. Alien Collection from Malabar Gold and Diamonds. താങ്ക് യു. പൂ പോലെ വിരിയും അഴക്. അവനോട് വീഗാലാൻഡ് ഡെവലപ്പേഴ്സിന്റെ വൈറ്റ് ലേക്ക് അടുത്തുള്ള കിങ്സ് ഫോർട്ട് നോക്കാമെന്ന് പറ. കേരളത്തിലെ ഏറ്റവും വിശ്വസ്തരായ ബിൽഡറിൽ നിന്നല്ലേ, അപ്പം മൂല്യവും ഉറപ്പ്. വീഗാലാൻഡ് ഡെവലപ്പേഴ്സ്. ഇവനെ സുസുക്കി ആക്സസ് 125 പോലെയാ. അതെന്താ? കുറച്ചേ കുടിക്കൂ.
Powerful 125cc engine, superior mileage. Suzuki Access 125. കുറച്ചേ കുടിക്കൂ. The good can never be crushed. Permapress by Louis Philippe. Establishing a company in the UAE has never been so easy. The Al Quwain Free Trade Zone, uaqftz.com. The Al Quwain Free Trade Zone. എന്റെ ഇഷ്ടങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടിയെ ക്രിസ്ത്യൻ മാട്രിമോണിയിൽ ഞാൻ കണ്ടെത്തി. ക്രിസ്ത്യൻസിനുള്ള നമ്പർ 1 മാട്രിമോണി സൈറ്റ് christianmatrimony.com. ആ നായല്ലേ നായ ഇങ്ങനെ ചെയ്യുന്നത് അത് ഇവിടെ പിടിപ്പിക്കും. ഇവിടില്ലേ LED ലൈറ്റ് പിടിപ്പിക്കും. ഡോറ് തുറന്നാ റെഡ്, അടച്ചാ ബ്ലൂ. I like matte finish. ഒന്നും ചെയ്തിട്ടില്ലെന്ന് തോന്നും, പക്ഷേ ചെയ്തിട്ടുണ്ട്. 4K സ്ക്രീൻ, സറൗണ്ട് സൗണ്ട്, നിനക്ക് വേണ്ടി മാത്രം ബേബി. ടിബറ്റിയൻ ഫ്ലാഗ് അടിപ്പിക്കും. ആളുകൾക്ക് തോന്നും ലഡാക്കിൽ പോയി വന്നു. ഒരു ഫ്രിഡ്ജ് ഘടിപ്പിക്കും. കൂൾ ഡ്രിങ്ക്. ചേഞ്ചിങ് ടയർസ് ലിസ്റ്റിൽ ലാസ്റ്റ്. അതിനാൽ ഇതാ ലാസ്റ്റ് ചെയ്യുന്ന ടയർസ്. സിയറ്റ് മൈലേജ് X3 1,00,000 കിലോമീറ്റർ ടയർ. സിയറ്റ്, ഇറ്റ് ഹെൽപ്സ്. The Game Changer, Warrior, Denim and Casuals. Establishing a company in the UAE has never been so easy. The Al Quwain Free Trade Zone, uaqftz.com. The Al Quwain Free Trade Zone. ബന്ധങ്ങൾ പൂവണിയും യോജിച്ച ജീവിത പങ്കാളിയെ കണ്ടെത്തുമ്പോൾ nairmatrimony.com ഞാൻ ഹരിയെ കണ്ടെത്തിയത്. എന്നെ കുറിച്ച് ഹരിക്ക് വളരെ അഭിമാനമാണ്. നായർ മാട്രിമോണി. വാരിയർ സിൽക്ക് ഷർട്ട്സ് എൻകൗണ്ടർ സമർപ്പിക്കുന്നത് വാരിയർ ഡെനിം കാഷ്വൽസ്, ദ ഗെയിം ചേഞ്ചർ. Powered by Seat Mileage X3, the 1 lakh kilometer tire. Seat, it helps. In association with Vincos മസാലകൾ, കറി പൗഡറുകൾ. പതിവാക്കൂ ശുദ്ധമായതിനെ എന്നെന്നും. സ്വർണ്ണം ഡയമണ്ട് ആഭരണങ്ങൾ തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കാനുള്ള അവസരം. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. ഇന്നത്തെ വാർത്താ ദിനം co-sponsored by Brights of India from Malabar Gold and Diamonds. Nucleus, live life. Builder, hotelier, designer. You are watching 24 Prime Hours. എൻകൗണ്ടർ പരിശോധിക്കുന്നത് സ്രാവുകൾ തോറ്റു എന്നാണ്. ജേക്കബ് തോമസിനെ തിരികെ എടുത്തത് സർക്കാരിനേറ്റ തിരിച്ചടിയാണോ എന്നാണ് ഈ ഘട്ടത്തിൽ നമ്മൾ പരിശോധിക്കുന്നത്. ഒപ്പം ഇനിയുള്ള സാധ്യതയെന്ത്? ജന്മഭൂമി ന്യൂസ് എഡിറ്റർ പി ശ്രീകുമാർ, ഇനി സർക്കാരിന് മുന്നിലുള്ള പോംവഴി ഒരു DGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെ കഴിയുമെങ്കിൽ പോലീസിൽ തന്നെ, അതല്ലെങ്കിൽ തത്തുല്യമായ യോഗ്യതയോടുകൂടി മറ്റൊരു വകുപ്പിൽ നിയമിക്കുക എന്നത് മാത്രമാണോ? അല്ല, സർക്കാരിൻ്റെ മുമ്പിലുള്ള മര്യാദയുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യം അതാണ്. പക്ഷേ എനിക്കിത് ഈ ഇപ്പോഴത്തെ സർക്കാർ അത് ചെയ്യുമെന്ന് ഒട്ടും പ്രതീക്ഷയില്ല. നമുക്കറിയാം, ഇവരിപ്പം പറയുന്നല്ലോ ജേക്കബ് തോമസിനെതിരെയുള്ള ആരോപണങ്ങൾ അദ്ദേഹം കുറേ കാര്യങ്ങൾ ചെയ്തതുകൊണ്ടാണ് അദ്ദേഹം സസ്പെൻഡ് ചെയ്തതെന്ന്. പക്ഷേ ഈ സെൻകുമാർ എന്ത് കുറ്റം ചെയ്തതായിരുന്നു അദ്ദേഹത്തെ മാറ്റി നിർത്തിയത്? അദ്ദേഹത്തെ മാറ്റി നിർത്തിയെന്ന് മാത്രമല്ല, അദ്ദേഹത്തിനെതിരെ ഇതുപോലെ എല്ലാ കോടതികളും കയറി ഇറങ്ങി നടന്നിട്ട് സുപ്രീം കോടതിയും വരെ തോറ്റു തുന്നം പാടി തിരിച്ചെടുക്കേണ്ടി വന്നു. പക്ഷേ ഇക്കാര്യത്തിൽ ഇവിടെ അതുപോലൊരു എക്സസൈസ് ഈ സർക്കാർ നടത്തും. കാരണം ഒരു കാരണവശാലും എനിക്ക് തോന്നുന്നില്ല ഇപ്പം ഈ ട്രൈബ്യൂണൽ പറഞ്ഞുകൊണ്ട് നാളെ തന്നെ ജേക്കബ് തോമസിനെ കാക്കിക്കുപ്പായ അണിയിപ്പിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് ഹൈക്കോടതി കേസ് കൊടുക്കും, വേണേൽ റിവ്യൂ കൊടുക്കും, സുപ്രീം കോടതി പോകും, എല്ലാ ഇടപാടുകളും നടത്തും. കാരണം ഇദ്ദേഹത്തെ പ്രതിസ്ഥാനത്ത് അല്ലെങ്കിൽ ശത്രുപക്ഷം നിർത്തിക്കൊണ്ടുള്ള ഇദ്ദേഹത്തെ ബോധപൂർവം ദ്രോഹിക്കുകയാണ്. ആ ദ്രോഹം തുടരും. ആ ദ്രോഹത്തിലൊരു സന്തോഷവും സമാധാനവും ഒക്കെ ഈ ഇപ്പോഴത്തെ സർക്കാരും അതിൻ്റെ പിന്തുണയ്ക്കുന്ന പാർട്ടിക്കൊക്കെ. ചിത്രരഞ്ജൻ, സമയത്തിന്റെ പരിമിതി ഉള്ളതുകൊണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് ചോദ്യങ്ങൾ ചോദിച്ച് അവസാനിപ്പിക്കാം. ചിത്രരഞ്ജൻ, ഇനി മുൻപിലുള്ള സർക്കാരിന്റെ സാധ്യത ഒന്നുകിൽ അപ്പീൽ പോവുക, അതല്ലെങ്കിൽ സ്കാറ്റിന്റെ വിധി അനുസരിച്ച് തിരികെ കൊണ്ടുവരിക എന്നുള്ളതാണ്. തിരികെ കൊണ്ടുവരുമോ ജേക്കബ് തോമസിനെ സർക്കാർ? സർക്കാർ നിയമപരമായ എല്ലാ മാർഗങ്ങളും ഇതിൽ സ്വീകരിക്കും. അപ്പീൽ പോകാനായിരിക്കും സാധ്യത. അങ്ങനെയൊന്നും അതൊക്കെ അല്ല അത് ഗവൺമെൻറ് തീരുമാനിച്ചിട്ടില്ലല്ലോ. അതിനെ സംബന്ധിച്ച് ഇപ്പോൾ എനിക്ക് പറയാൻ കഴിയുന്നതല്ല. ഗവൺമെൻറ് എന്തായാലും ശരി. പിന്നെ ഉദ്യോഗസ്ഥന് ഇപ്പോൾ നിങ്ങളിത് തിരിച്ചെടുക്കാൻ വിധി വന്നു എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തെ കേരളത്തിൻ്റെ നിയമസമാധാന പരിപാലനത്തിൻ്റെ ചുമതല ഏൽപ്പിക്കാൻ കഴിയുമെന്ന് മലയാളി ആരും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അദ്ദേഹം ഈ കഴിഞ്ഞ കുറേ നാളിനുള്ളിൽ തന്നെ അദ്ദേഹത്തിൻ്റെ തനിനിറം എന്താണ് എന്നുള്ളത് വെളിപ്പെടുത്തി കഴിഞ്ഞു. അങ്ങനെയുള്ള ഒരാളുടെ കയ്യിൽ എന്തായാലും ഇതൊന്നും ഏൽപ്പിക്കാൻ കഴിയില്ലല്ലോ. പിന്നെ ഗവൺമെൻറ്
ഒരു സീനിയർ ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിനെ എവിടെയാണ് നിയമിക്കേണ്ടത്, അല്ലെങ്കിൽ നിയമപരമായി മറ്റ് അതെല്ലാം ബന്ധപ്പെട്ട നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് നടപടി സ്വീകരിക്കും. പക്ഷേ ഈ ജേക്കബ് തോമസിന്റെ അനുകൂലമായി വന്ന വിധി സർക്കാരിന്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ചു എന്നത് സത്യം തന്നെയല്ലേ? സർക്കാരിന്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ചു എന്നത് സത്യം തന്നെയല്ലേ? ഒരു പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ചിട്ടില്ല. ജേക്കബ് തോമസ് RSSന്റെ ക്യാമ്പിലായിരുന്നുവെന്നും ഞാൻ 24 വർഷമായി ഇതിൻ്റെ ആളാണെന്നും ഒക്കെ പറഞ്ഞതോടുകൂടി കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നൊരു സ്ഥാനം അങ്ങ് നഷ്ടപ്പെട്ടു. ആരെങ്കിലും RSS സംഘപരിവാർ ആളിന് ഒരു ആവേശം ഉണ്ടായാലും അതിൽ പോലും ചിന്തിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു മറുവാദം കൂടിയില്ലേ പി പി? ഇപ്പോൾ അഴിമതി വിരുദ്ധനെന്ന പ്രതിച്ഛായയുള്ള കാറ്റിന്റെ പരിധിയിൽ കറകളഞ്ഞ അഗ്നിശുദ്ധി വരുത്തി നിൽക്കുന്ന ആൾ കൂടിയാണ് RSSന്റെ ക്യാമ്പിൽ പോയെന്ന് പറയുമ്പോൾ RSSന് കൂടുതൽ മഹത്വം കൂടുക കൂടിയല്ലേ? ഒരു അഗ്നിശുദ്ധിയില്ല, ഒന്നുമില്ല, ഇല്ല, ഒരു അഗ്നിശുദ്ധിയില്ല. ഏത് അഗ്നിശുദ്ധി അദ്ദേഹം വരുത്തിയത്? അദ്ദേഹം നടത്തിയ പ്രസ്താവനകളെല്ലാം അതുപോലെ തന്നെ നിൽക്കുകയല്ലേ? ഏതെങ്കിലും ഒരാളിനെ അതിനെല്ലാം ന്യായീകരിക്കാൻ കഴിയുന്നതാണോ? ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ പാലിക്കേണ്ട ഒരു മര്യാദയും പാലിക്കാതെ നഗ്നമായ അച്ചടക്ക ലംഘനം തുടർച്ചയായി നടത്തിക്കൊണ്ടിരുന്ന ഒരാളിന് ഇപ്പോഴൊരു വിധി വന്നിരിക്കുന്നു എന്നുള്ളത് ക്ലീൻ സ്ലേറ്റിൽ അദ്ദേഹത്തിന് ഒരു പ്രത്യേക അംഗീകാരം കിട്ടിയിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും ഈ രാജ്യത്ത് ആരും മുഖവിലക്കെടുക്കാൻ പോകുന്നതല്ല. അല്ല, ഒന്ന് ഇനിയും നാട്ടുകാരുടെ പണം ഉപയോഗിച്ച് ഹൈക്കോടതിയിൽ സുപ്രീം കോടതിയിൽ പോയി അവസാനം സെൻകുമാറിന്റെ വിധി പോലെ നാണം കെട്ട് തിരിച്ചു വന്നു. ഞങ്ങളുടെ പൈസ പോവും, മന്ത്രിക്ക് പൈസ നഷ്ടമില്ല, പാർട്ടിക്ക് പൈസ നഷ്ടമില്ല, പൈസ പോകുന്നത് ജനങ്ങളുടെയാണ്. അതാണ് പ്രശ്നം. അത് പാലാരിവട്ടം പാലത്തിലായാലും ജേക്കബ് തോമസിന്റെ കാര്യത്തിലായാലും നെടുങ്കണ്ടം കൊലയിലും നാട്ടുകാരുടെ കാശ് എടുത്ത് ഈ ഇടതുപക്ഷം ഭരിക്കുന്നതുകൊണ്ടല്ലേ ഈ സുധാകരൻ പൊതുമരാമത്ത് വൈറ്റില മേൽപ്പാല നിർമ്മാണം അടക്കം അല്ല. ഇപ്പൊ വൈറ്റിലെ പാലത്തിന് ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന പൊതുമരാമത്ത് മന്ത്രി ഇല്ലെങ്കിൽ ഈ കേരളത്തിൽ ഞാൻ ചോദിക്കട്ടെ, താങ്കൾക്ക് പറയാൻ കഴിയുമോ UDFന്റെ ഭരണ കാലഘട്ടത്തിൽ നടന്ന നിർമ്മാണ പ്രവർത്തനമാണോ LDFന്റെ കാലത്ത് നടക്കുന്നത്? പക്ഷേ അപ്പോഴും ശൈലകുമാരിയെ പുറത്താക്കിയ ഒരു സർക്കാർ ഇടതു സർക്കാരാണ് എന്നൊരു കറ ബാക്കി നിൽക്കുന്നുണ്ട്. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വൈറ്റില കാര്യത്തിൽ പുറത്താക്കി വളരെ തൊടുന്യായം പറഞ്ഞിട്ടുണ്ട് ഇന്ന് മന്ത്രി. ആ കറയും മാറും. ഇല്ല, ആ കറയും നിങ്ങൾക്ക് 2 ദിവസം കഴിയുമ്പോൾ അത് നിങ്ങൾക്ക് ബോധ്യപ്പെടും. ഇത്ര ആർജവത്തോട് ഏത് ഗവൺമെന്റ് നിലപാടെടുക്കുമെന്ന്? ശരി, ഏത് ഗവൺമെന്റ് നിലപാടെടുക്കും? ഇനി സർക്കാർ അപ്പീൽ പോകുമെന്ന കാര്യത്തിൽ ഏകദേശം ധാരണയായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സർക്കാർ അപ്പീൽ പോവുകയാണെങ്കിൽ സർക്കാരിന്റെ മുന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള സാധ്യതയുണ്ടോ? ഈ സസ്പെൻഷൻ തുടരാൻ സുപ്രീം കോടതി വരെ പോയാലും അതിനുള്ള സാധ്യതയുണ്ടോ? ഒരു സാധ്യതയുമില്ല. കണ്ടിന്യൂഡ് സസ്പെൻഷൻ ഇല്ലീഗൽ ആണെന്ന് സുപ്രീം കോടതി അജയ് കുമാർ ചൗധരിയുടെ കേസിലും സ്റ്റേറ്റ് ഓഫ് തമിഴ്നാട് വേഴ്സസ് പ്രദീപ് കുമാറിന്റെ കേസിലും പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു കാര്യം കൂടി, ഇനി സുപ്രീം കോടതി വരെ പോയി കേസ് വൈകിപ്പിച്ച് വീണ്ടും ഇദ്ദേഹത്തിന് സ്വാഭാവികമായ നീതി നിഷേധിക്കപ്പെട്ടാൽ തിരികെ വരുമ്പോൾ സർക്കാരിന്റെ DGP ആയി അല്ലെങ്കിൽ സർക്കാരിന്റെ പോലീസിന്റെ ഉന്നത തലത്തിലേക്ക് തിരിച്ചു വരാൻ തരത്തിലുള്ളൊരു സുപ്രീം കോടതി വിധി സമ്പാദിച്ചാൽ പോലും അതിൽ അത്ഭുതപ്പെടാനില്ല എന്നാണോ? അങ്ങനെ വേണമെങ്കിലും സംഭവിക്കാം. അദ്ദേഹം അങ്ങനെ ഒന്ന് തീരുമാനം എടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് അതും കിട്ടാൻ ചാൻസ് ഉണ്ട്. അതായത് മറ്റൊരു സെൻകുമാർ കഥ ആവർത്തിക്കും സർക്കാർ തിരിച്ചെടുത്തില്ലെങ്കിൽ ഈ ഘട്ടത്തിൽ. അത് മാത്രമല്ല ആവർത്തിക്കാൻ പോകുന്നത്, അദ്ദേഹം കേസ് കൊടുക്കുകയാണെങ്കിൽ ഈ കേസുകളെല്ലാം തീർന്നതിന് ശേഷം ചിലപ്പോൾ ഒരു 50 കോടി രൂപ കോമ്പൻസേഷൻ വരെ കൊടുക്കേണ്ടി വരും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഓരോരുത്തരും. ഒറ്റ ചോദ്യം കൂടി, നിലവിൽ ഈ സസ്പെൻഷൻ കാലയളവിലുള്ള മുഴുവൻ ആനുകൂല്യങ്ങളും അദ്ദേഹത്തിന് കിട്ടുമല്ലോ അദ്ദേഹത്തെ തിരിച്ച് റീജോയിൻ ചെയ്യുന്ന ഘട്ടത്തിൽ, ശരിയല്ലേ? അങ്ങനെ ഞാൻ മനസ്സിലാക്കുന്നു. ഉറപ്പാണ്. 20 മാസമാണ് DGP നിലവാരത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ പുറത്തു നിർത്തിയത് തൊടുന്യായങ്ങളുടെ പേരിൽ. ഇതാണ് ഇന്ന് കാറ്റ് റദ്ദു ചെയ്തിരിക്കുന്നതും. തിരികെ ജേക്കബ് തോമസ് തിരിച്ചു വരുമ്പോൾ റദ്ദു ചെയ്യപ്പെടുമോ നേരത്തെയുള്ള ആരോപണങ്ങൾ എന്ന ചോദ്യം ഒരു ഭാഗത്ത് നിൽക്കുന്നു. മറുഭാഗത്ത് RSS ബാന്ധവമുള്ള ജേക്കബ് തോമസിനെ എങ്ങനെയാണ് പിണറായി വിജയൻ വരും ദിവസങ്ങളിൽ ട്രീറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് കൗതുകമായി തുടരുകയും ചെയ്യുന്നു. ഈ ഘട്ടത്തിൽ അതിഥികളായി എത്തിയ CPM നേതാവ് PP ചിത്തരഞ്ജൻ, ജേക്കബ് തോമസ് അഭിഭാഷകനായ അഡ്വക്കേറ്റ് C ഉണ്ണികൃഷ്ണൻ, നിരീക്ഷകനായ CR നീലകണ്ഠൻ, ശ്രീ എഡിറ്റർ P ശ്രീകുമാർ, ഒപ്പം നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേർന്ന അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി എന്നിവർക്ക് നന്ദി അറിയിക്കുന്നു. എൻകൗണ്ടർ ഇവിടെ അവസാനിക്കുന്നു. ഇനി 24/24 കാണാം. You are
watching 24 from News Headquarters, Kochi.